കയ്യിൽ പൈസയൊന്നും ഇല്ല. ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് പ്രഷർ, ആകെ പ്രഷറുള്ള സമയം ഇൻഫോ പാർക്കിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ചോദിക്കാനുള്ള ആളുകൾക്കൊക്കെ അറിയാം നമ്മളെന്താണ് പൊട്ടി നിൽക്കുകയാണ്. റെവല്യൂഷനെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടിയാണ് ആ സമയം. ഫോൺ എന്താണ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് കുട്ടികളെടുത്ത് ഫോൺ ഉപയോഗിച്ച് പഠിക്കാൻ പറഞ്ഞൊരു സമയം. മീറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, സൂം എങ്ങനെ യൂസ് ചെയ്യണം, കാരണം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു. പല അധ്യാപകരും നേരിട്ടൊരു പ്രശ്നമാണല്ലോ. ഓരോ സമയത്ത് നമ്മളെടുത്ത റിസ്ക്, നമ്മൾ അത് സ്ട്രഗിൾ ചെയ്ത രീതി, നമ്മളത് ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു പ്രശ്നമില്ല. ഹായ്, ഇന്നങ്ങനെ നമ്മുടെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് കൂടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇപ്രാവശ്യം എൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ 2015 ഇപ്പൊ ഷമീർ ഖാനൊക്കെ ടാൽറോപ്പിലേക്ക് ഫസ്റ്റ് ഇങ്ങനെ വിളിക്കുന്ന ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളന്ന് ഇങ്ങനെ ഒരു ആശയം ചെയ്യണം, എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഷമീറിനെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഷമീറിനെ ഫസ്റ്റ് വിളിക്കുക. ഷമീർ, ഞാൻ ഇങ്ങനെ ഒരു വലിയ റെവല്യൂഷണറി തോട്ട്സിലാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതായത് നിനക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും, നമ്മളിപ്പോൾ സ്കൂളുകളും കോളേജുകളെ കണക്ട് ചെയ്യണം. അപ്പം അന്ന് ഷമീർ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഇങ്ങനെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ശരിക്കും ടാൽറോപ്പ് എന്നൊരു ആശയം പറഞ്ഞ് ഷമീറിനെ വിളിക്കാം. സത്യത്തിൽ ഷമീറിന് ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത്? സാധാരണ ഞാൻ 2013 BEd കഴിഞ്ഞ് ഒരു അധ്യാപകനാകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ശരിക്കും എൻ്റെ BEdലേക്ക് തിരിയുന്നത്. നമ്മുടെ ഒരു കുട്ടിക്കാലവും നമ്മുടെ വളർന്നു വന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ പലതവണ നമ്മുടെ പ്രോഗ്രാമിലും ഒക്കെ ആയിട്ട് സഫീർ എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഓരം പിടിച്ച് ഞാനും അതിൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്നു. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ മലപ്പുറത്ത് ഇടവണ്ണയിൽ എൻ്റെ +2 ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞു. BEdലേക്ക് പോകുന്ന സമയത്താണ് ശരിക്കും ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപക ലോകത്തേക്ക് തിരിയണം, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുകയും അധ്യാപനമാണ് എൻ്റെ ഒരു മേഖലയെന്ന് തീരുമാനിച്ചിറങ്ങിയ ആളായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് BEd കഴിഞ്ഞു. അതിനുശേഷം PGക്ക് പോകുന്നു. PG ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ ഈ സംസാരം ഉണ്ടാവുന്നത്. PG ചെയ്ത് ഇതിനു മുമ്പും ഇപ്പോൾ 2015 മുമ്പും നമ്മൾ ഈ കാര്യങ്ങൾ എന്തായിരുന്നു പലതവണയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഡേസ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് സഫീർ ഇതിനു മുമ്പ് നമ്മൾ ടാൽറോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ച സമയത്താണ് ആദ്യമായിട്ട് ഒരു ആശയം പറയാം. അന്ന് ഞാൻ BEd ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് മുതലേ നമ്മുടെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കോഴ്സ് ചെയ്യണതിൻ്റെ ഇടയിലായിരുന്നു അത് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിറങ്ങി കോളേജ് അധ്യാപനം. അപ്പോൾ 1-2 സ്ഥലത്തുനിന്ന് ഓഫറുകൾ വരുന്നു. കോളേജിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു ഏരിയ എന്ന് തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സഫീർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നാൽ ഇത് കാരണം ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അധ്യാപനം ഇതിനകത്തുണ്ട്, എഡ്യൂക്കേഷനിൽ സംതിങ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ വരുന്നത് 2015 പാങ്ങോട് പാലമോട്ടിൽ ബിൽഡിങ്ങിൽ, ആ ബിൽഡിങ്ങിൽ അതെ ആ ബിൽഡിങ്ങിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും അവിടെ നിന്ന് ശരിക്കും ആ ബിൽഡിംഗ് എടുക്കുന്നതിന് മുമ്പുള്ള ഇരുത്തങ്ങളായിരുന്നു. വെറുതെ ഇങ്ങനെ ചായ കുടിക്കാനിരിക്കുന്നു, ഇതിനകത്ത് സംസാരങ്ങൾ വരുന്നു. അവസാനമാണ് ശരിക്കും പാലമോട്ടിൽ ബിൽഡിങ്ങിൽ ആ 2ാം നിലയിൽ നമ്മൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അന്നിങ്ങനെ അന്ന് ഒരുപാട് പേര് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞും +2 കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ടാൽറോപ്പ് ഇങ്ങനെ ഓരോരുത്തരെ പിക്ക് ചെയ്ത് നമ്മൾ ആ ട്രെയിനിങ് സെന്ററിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ എനിക്ക് പറയുന്നത് 50,000 രൂപ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഫെസിലിറ്റേഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൽ. അങ്ങനെ അവിടെ കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പാവംകൂടി തന്നെ ഒരുപാട് പേരെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ പിന്നെ 2016 ജൂണിലാണ് നമ്മൾ ഇൻഫോ പാർക്കിലേക്ക്, അന്ന് നമ്മുടെ കലൂർ ഇൻഫോ പാർക്കിലേക്ക് നമ്മുടെ ഓഫീസ് മാറുന്നത്. അന്ന് ഏകദേശം നമ്മുടെ ആദ്യം ഒരു 35 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 30 പേരെയും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഒരു 65 പേരുടെ ടീമായിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുക. അങ്ങനെ അന്നൊരു പ്രതാപകാലം. ആ കാലമൊന്നും അഫീഫക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാനില്ലാത്തൊരു കാലം, അഫീഫ ഇല്ലാത്ത പഠിക്കുന്ന ടൈം. അതെ ഞാൻ BTech പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു ശരിക്കും അഫീഫയ്ക്ക് ഉണ്ടാകേണ്ട ഒരു സമയമുണ്ട്. അന്ന് ശരിക്കും നമുക്ക് 1.5 കോടി രൂപയാണ് കമ്പനി തുടങ്ങാൻ വേണ്ട ഫണ്ട്. അപ്പൊ നമ്മൾക്ക് നാട്ടിൽ നല്ല വാല്യൂ ആണ്, നല്ല റെപ്യൂട്ടേഷൻ ആണ്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല, എത്ര ഫണ്ട് വേണോ കിട്ടും. അന്ന് 1.5 കോടി വേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു വേണ്ട, ആദ്യം 50 ലക്ഷം രൂപ മതി. അങ്ങനെ 50 ലക്ഷം രൂപ ഫണ്ട് റൈസ് ചെയ്തു. അപ്പൊ വേണമെങ്കിൽ 1 കോടി റൈസ് ചെയ്യാം, പിന്നെ വേണ്ട, എന്തിനാണ് വെറുതെ അക്കൗണ്ടിൽ പൈസ പിടിച്ചു വെക്കണമെന്ന് എഴുതിയിട്ടാണ്.
സംഭവം 50 ലക്ഷം ഒക്കെ വെച്ച് നമ്മളങ്ങനെ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് വന്നു. ഫുൾ ടീമൊക്കെ വെച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, നല്ല കിഡിലൻ പ്രൊഡക്റ്റ് ആണ്, നല്ല ടെക്നോളജിയിൽ നല്ല കിഡിലൻ പിള്ളേർ, നല്ല ഡിസൈനേഴ്സ്, നല്ല ഡെവലപ്പേഴ്സ്, അങ്ങനെ അടിപൊളി ടീം. അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് കറൻസി അങ്ങ് നിരോധിക്കുന്ന സമയത്ത് രണ്ടാമത് 50 ലക്ഷം വേണം. മാർക്കറ്റിൽ ചെന്ന് ആരെ പൈസ ഇരിക്കും? എല്ലാവരും അവരവരുടെ ബിസിനസ്സിൽ തന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയം 10,000 രൂപ ഒരു ആളുടെ കയ്യിൽ ഇല്ലാത്ത സംഭവം. ആ സമയത്താണ് ശരിക്കും നമ്മൾ ക്രൈസിസ് എന്താണെന്ന് അറിയാം. ഇൻഫോ പാർക്കിന് റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല. സാലറി 1 മാസം കൊടുത്തില്ല, 2 മാസം കൊടുത്തില്ല, 3 മാസം കൊടുത്തില്ല. അവസാനം ആകെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഷമീർ, ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ സോൾവ് ചെയ്യണത്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ക്രൈസിസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. അങ്ങനെ ഒരുപാട് പേര് അന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത്രയും പേര് 10-60 പേരൊക്കെ വെച്ച് എന്തിനാ കമ്പനി തുടങ്ങണം, ആദ്യം 5 പേര് തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, 2011 ഞാൻ കമ്പനി തുടങ്ങിയ ആദ്യം. അന്ന് നമ്മളിങ്ങനെ 5 പേരെ വെച്ച് തുടങ്ങി, 6 പേര് വെച്ച്, 10 പേര്, 15 പേര്, 20 പേര് അങ്ങനെ ചെയ്തേനെ. അപ്പൊ ആ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഇനിയിപ്പോ 60 പേരെ വെച്ച് തുടങ്ങുന്ന എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഈ ക്രൈസിസ് വന്നു. അങ്ങനെ അന്നങ്ങനെ നമ്മൾ 2016 ലാസ്റ്റ് ഇൻഫോ പാർക്കിൽ നിന്ന് ഇറങ്ങി. കാര്യം കൊടുക്ക് ഇനിയിപ്പോ ഇല്ല. ഡിസംബറിൽ നമ്മളെ ഇനി പറ്റൂല, കാര്യം നമ്മൾ അങ്ങനെ എത്തിച്ചു. അങ്ങനെ എത്തിയിട്ടാണ് നമ്മുടെ പോത്തൻകോട് മംഗലപുരത്തേക്ക് എന്ത് ചെയ്യണം പോണം. അത് ശരിക്കും അഫീഫായൊക്കെ വേണമല്ലോ, എന്നാലടാ വൈബ്. ഞാൻ രക്ഷപ്പെട്ട ഒരു കാലഘട്ടം. നമ്മൾ 2016 ഡിസംബർ, അതായത് നവംബർ 8-ന് നോട്ട് നിരോധിക്കുകയാണ്. നോട്ട് നിരോധിക്കുന്ന ഒരു ദിവസം നമുക്ക് ആ ദിവസം വല്ലാത്തൊരു ഓർമ്മയാണ്. കാരണം അന്ന് നവംബർ 9-ന് വയനാട് ഡബ്ല്യു മോളിൽ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമ്മളെ പഴയ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, എക്സാക്ട്ലി ഫെബ്രുവരിയിലാണ് നമ്മൾ പൂർണ്ണമായിട്ട് വൈൻഡപ്പ് ചെയ്യണം. അതെ 3 മാസമായി. നമ്മളെ നവംബർ 8 രാത്രി, അന്ന് കലൂർ നമ്മുടെ ഇൻഫോ പാർക്ക് ഓഫീസാണല്ലോ ശരിക്കും നമുക്കുള്ളത്. അന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വയനാട് ഡബ്ല്യു മോളിൽ ഒരു ഓറിയന്റേഷന് വേണ്ടി പോകാൻ. അന്ന് അവിടെ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോ എന്തോ ആണ് ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. ആ ഓറിയന്റേഷന് വേണ്ടി, ജോബ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓറിയന്റേഷന് നമ്മൾ പോകാൻ വേണ്ടി റെഡിയാവുന്നു. നമ്മള് ATM പോയി. അന്ന് അവിടെ ATM ഉണ്ടല്ലോ നമ്മുടെ തൊട്ടിപ്പുറത്ത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ഉണ്ട്. അതാണ് നമ്മൾ പൈസ എടുത്ത് ഇറങ്ങി നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കാണ് നമ്മൾ ഇത് കാണുന്നത്, പോസ്റ്റ് കാണുന്നത്, നോട്ട് നിരോധിച്ചു, 500, 1000 നോട്ട് നിരോധിച്ചു എന്നുള്ളൊരു ഇത് കേൾക്കണത്, നമ്മൾ പോയി വരണത്. അവിടെ മുതൽ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസ് തെറ്റണ ഒരു കാര്യം. അതുവരെ നമ്മുടെ ട്രാക്കിലാണ്, പോയി ചോദിച്ചാൽ കിട്ടും. സാധനം ഫെബ്രുവരി ഒക്കെ ആയ സമയത്താണ് നമ്മള് നവംബർ കഴിഞ്ഞ് നവംബർ ഒരു മാസം എന്നല്ലേ, ഓൾറെഡി നമ്മള് അടുത്ത ഫണ്ട് വാങ്ങേണ്ട സമയത്താണ്. അപ്പൊ 1 മാസം ടൈറ്റായി നിൽക്കുന്ന സമയമാണ് 1 മാസം. അപ്പൊ നമ്മള് ശരിക്കും ഒക്ടോബറിൽ നമ്മളെ ടൈറ്റ് ഉണ്ട്, നവംബറിൽ ഫണ്ട് എടുക്കണം എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോഴാണ് ആ പ്രശ്നം നമ്മൾ വരുന്നത്. പിച്ച് ചെയ്ത് വെച്ച ആൾക്കാരുടെ അടുത്തൊക്കെ എന്താണ് ഡിസംബർ ആണ് എന്ന് പറയുന്നു. നമ്മൾ അതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ ഈ ടാൽറോപ്പ് എന്ന് പറയുന്ന ആശയം ഒരു അക്കാഡമിയിലൂടെ തുടങ്ങണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് എടപ്പള്ളി പള്ളീന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് നമ്മൾ എടുക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത്. ഇപ്പൊ ആ ബീൻ ബാഗിന്റെ ഒക്കെ ഇതുള്ള ആ ബിൽഡിങ്ങിലാണ് ശരിക്കും നമ്മളൊരു നോട്ടം ഇട്ടത്. കാരണം അങ്ങനെ നമ്മൾ എടുക്കുന്നതിനുള്ളൊരു കാരണം അത് മെട്രോന്റെ വർക്ക് നടക്കുകയാണ്. മെട്രോന്റെ വർക്ക് നടക്കുമ്പോൾ ആളുകൾക്ക് കലൂർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു വരാനുള്ള ദൂരം എന്ന് എഴുതിയിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണത് അന്ന് കണ്ടുവെക്കുന്നതൊക്കെ. അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മള് ശരിക്ക് പോത്തൻകോട് ചെന്ന് നിൽക്കുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 മാസം ടീമിന് സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഫോ പാർക്കിന് അവസാനം ഇൻഫോ പാർക്ക് തുച്ഛമായ വിലക്കാണ് അത് എഴുതിയെടുക്കുന്നത്. ഏകദേശം 1,40,000 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. നമ്മുടെ 50 ലക്ഷം രൂപ ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു. ആദ്യം ഒരു 900 സ്ക്വയർ ഫീറ്റ് എടുത്ത് അവിടെ എടുത്തു. അതിനുശേഷം തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് എടുത്തു. അന്നത്തെ ഒരു ഓണാഘോഷമൊക്കെ നമുക്ക് ഓർക്കുണ്ടാവും. കാരണം ഈ കലൂർ ഇൻഫോ പാർക്കിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു നമ്മുടെ. അത് നമുക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സദ്യയൊക്കെ ഒരുക്കുന്നത്. കാരണം 55-60 പേർക്ക് ഒരുമിച്ച് ചെന്നിരിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളു. അവിടത്തെ ലഞ്ച് ടൈം പോലും നമുക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം കോളേജ് വിടുന്ന പോലെയായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന പോലെയായിരുന്നു നമ്മുടെ ടീം എല്ലാവരും കൂടി പോയിരുന്നത്. അവിടെ നിന്ന് ശരിക്കും മംഗലപുരത്തേക്ക് വരുന്ന 2 നില വീടെടുത്ത് നമ്മൾ അവിടെ നിന്നായിരുന്നു. അതെ. അപ്പൊ ആ സമയത്തുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലൊന്നും 5 പൈസ ഇല്ല. ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് വിൽക്കുന്ന ഒരു സംവിധാനം. ആ സമയത്ത് നമുക്ക് ക്ലയന്റും ഇല്ല. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് ക്യാഷ് ചെയ്യാനുള്ള ക്ലയന്റ് ഇല്ല, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് 5 മണിക്കാണ് നമ്മൾ ഉറങ്ങണത്. 5 മണിക്ക് ഉറങ്ങും. എന്നിട്ട് ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഈ 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പണി എന്താണ്? തെണ്ടലാണ്. 50 രൂപ, 100. അന്ന് ഈ ഗൂഗിൾ പേ ഇത്ര ഫെമിലിയർ അല്ല, ഇത്ര ആളുകൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ചോദിക്കാനുള്ള ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ എന്താണ് പൊട്ടി നിൽക്കുകയാണ്, കയ്യിൽ പൈസയൊന്നും ഇല്ല. ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് പ്രഷർ, ആകെ പ്രഷറുള്ള സമയം.
അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും 3 മണി തൊട്ട് ഒരു 6 മണി വരെ നമ്മളൊരു 10 പേരാണ്. 2 പെൺകുട്ടികൾ അവർ വർക്ക് ഫ്രം ഹോമിൽ നിൽക്കുന്നു. ബാക്കി എല്ലാവരും 10 പേരാണ് നമ്മളവിടെ ഉള്ളത്. ബാക്കി അവശേഷിക്കുന്ന 10 പേര്. ബാക്കി എല്ലാവരും പോയിട്ട് 10 പേര്. അങ്ങനെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രഗിൾ. 50 രൂപ വെച്ചൊക്കെ ഓരോരുത്തർ 50, 100 വെച്ചൊക്കെ ഒപ്പിച്ച് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ 500 രൂപ ഒപ്പിക്കും. 500 രൂപ ഒപ്പിച്ച് നേരെ മംഗലപുരം ടൗണിൽ പോയിട്ട് പൊറോട്ടയും ഗ്രേവി. അവിടെ നമ്മളൊരു കണിയാപുരത്തേക്ക് ഒരു നടന്നു പോക്കുണ്ട്. അതായത് അതെ അതെ അതെ. അല്ല എന്നിട്ട് ആ പൊറോട്ടയും ഗ്രേവിയും വന്നിട്ട് ഇല കൊണ്ട് വിശാലമായിട്ടിരുന്ന് കഴിക്കും. കഴിച്ചിട്ട് 7 മണിയാകുമ്പോൾ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും 7 മണി തൊട്ട് വെളുപ്പിന് 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം. അപ്പൊ 5 മണിയാകുമ്പോൾ വിശന്ന് തുടങ്ങുന്നു, ഉറങ്ങുന്നു. 3 മണിക്ക് എഴുന്നേൽക്കുന്നു. 3 to 6 തെണ്ടല്. 6 മണിക്ക് ഫുഡ് വാങ്ങിപ്പോ 7 മണിയോടെ കഴിച്ച് ഓഫീസിൽ കയറാം. അപ്പൊ ശരിക്കും ഒരു 8 മാസം ഒരു നേരമാണ് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ള സംഭവം. അപ്പൊ ആ സമയത്തൊക്കെയാണ് പിന്നെ നമ്മള് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്, ടീം ഡെവലപ്പ് ചെയ്യണതും ഒക്കെ. എന്നിട്ട് വന്ന് നമ്മൾ എന്തായാലും ഫസ്റ്റ് ടെക്കീസ് പാർക്ക് KVUPS തുടങ്ങുമ്പോഴാണ് അഫി വരുന്നത്. ശരിക്കും ആ ഒരു പട്ടിണി കാലഘട്ടം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ. അല്ല, ആ ഒരു പട്ടിണിക്കാലത്ത് ഷമീർക്കൊക്കെ തോന്നിയിട്ടില്ലായിരുന്നോ ഇങ്ങനെ ഇപ്പം ഓൾറെഡി ഒരു കരിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, PSC ഒക്കെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഒരു അധ്യാപനത്തിലേക്ക് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും റീതിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം? PSC ഞാൻ 2010-11 ഞാനൊരു PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മുടെ ഈ എന്താണ് +2 കഴിഞ്ഞ് പ്രിലിമിനറി ആയിരുന്നു. നമ്മുടെ അറബിക് +2 എന്ന് പറയുമ്പോൾ പ്രിലിമിനറി കഴിഞ്ഞ് ആ പ്രിലിമിനറി യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് UP വരെയുള്ള അറബിക് ടീച്ചറായിട്ട് കയറാനുള്ള എക്സാം എഴുതാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ LP തസ്തിക ഉണ്ട്. അപ്പൊ ആ കോളേജ് ജാമ്യ നദിയിലായിരുന്നു ഞാൻ അന്ന് പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു സംഭവമാണ് ഇടുക്കിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇടുക്കി സ്ഥലം നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് PSC പോയി എഴുതി. സംഭവം അവിടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരികയും ചെയ്തു. അപ്പൊ അത് ഈ PSC എക്സ്പീരിയൻസ് നേരത്തെ ഒരെണ്ണം കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇവിടേക്ക് ഇറങ്ങി, നമ്മളായിട്ട് തന്നെ ഒരു വലിയൊരു ബാധ്യത നമുക്ക് വരികയും ചെയ്തു. അപ്പൊ നമ്മളായിട്ട് ഇറങ്ങി ചെയ്തത് നമുക്കായിട്ട് തന്നെ തിരുത്താൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ട്. പക്ഷെ ഇത് എത്ര സമയം എടുക്കുമെന്നോ എത്ര നാളെടുക്കുമെന്നോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അത്യാവശ്യം പാചകം ചെയ്യാൻ അറിയുന്ന ആള് ഞാനായിരുന്നു ആ കൂട്ടത്തിൽ. കാരണം ഞാൻ വീട് വിട്ട് പഠിച്ചത് കൊണ്ടും ഈ വയനാട് നമ്മള് വീടെടുത്ത് നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഞ്ഞി സാധനം കിട്ടിയ സാധനം നമുക്ക് അങ്ങനെ എഹിയാക്കായാണ് നമുക്ക് പാങ്ങോട് കൊല്ലം സ്റ്റോറിന്ന് കുറച്ച് ദിവസത്തേക്കുള്ള വാങ്ങിക്കണമെന്ന്. എഹിയാക്കായും മൻമുറാക്കായും സ്ഥിരം നമുക്ക് അവിടേക്ക് വരുന്നു. നമ്മുടെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതാണ്. വേറെ ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കണ്ടീഷൻ മനസ്സിലാക്കേണ്ട സംവിധാനം എന്ന് പറയാൻ നമുക്കൊക്കെ പോസ്റ്റ് പെയ്ഡ് ആണ്. പോസ്റ്റ് പെയ്ഡ് ബില്ലടക്കാതെ ഈ അവസാനം പോസ്റ്റ് പെയ്ഡ് കട്ടായി, സംഭവം ഇൻകമിങ് ഉൾപ്പെടെ കട്ടായി. അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് പോസ്റ്റ് പെയ്ഡ് എടുക്കരുത് മനസ്സിലായ സംഭവം അതാണ്. കാര്യം അതിന്റെ ഒരു ക്രൈസിസ് അങ്ങ് എക്സ്ട്രീം ആയ സമയത്ത് ഇത് സിമ്മിന് എന്താണ് പൈസ കൊടുക്കാനില്ല, അവസാനം കട്ടായി, ഇൻകമിങ്ങിന്റെ അവസ്ഥ ഇല്ലാത്തൊരവസ്ഥ. അത് നമ്മുടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചൊരു വലിയൊരു സംഭവം ഉണ്ട്. അതായത് അന്നാണ് നമ്മൾ പഠിച്ചത് വിസിറ്റിംഗ് കാർഡ് എന്ന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1000 എണ്ണം വെച്ച് അടിച്ചു ഓരോരുത്തർക്കും. കരൂരായിരുന്നു. അപ്പൊ സിമ്മ് കട്ടായി. പിന്നെ ഇതെന്ത് ചെയ്യാൻ, ഇതൊരാളെ മനുഷ്യനെ കൊണ്ട് കൊടുക്കാൻ പോയി ആ സിമ്മ് വേറെ ആളുകൾക്ക് അലോ ചെയ്ത് അലോട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അവിടെ ഇട്ട് കത്തിക്കേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. അന്നാണ് നമ്മൾ തീരുമാനിച്ചത് പ്രിന്റ് ചെയ്യണ സാധനം 100 എണ്ണത്തിൽ കൂടുതൽ അത് ഇന്നും നമ്മുടെ കമ്പനിയിൽ നിലനിൽക്കുന്ന രാജ്യമാണ്. അതായത് ചെയ്യുന്ന ബ്രോഷറുകളൊക്കെ 100 എണ്ണത്തിൽ കൂടുതൽ തൽക്കാലം ചെയ്ത് വെക്കേണ്ടെന്നുള്ളത്. കാരണം എന്ത് മാറ്റങ്ങൾ വരാം, ഈ സാധനം നമുക്ക് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം വരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ പെരുന്നാളുകൾ വരുമ്പോ ഞാൻ വിചാരിക്കും ഇല്ല ഒന്ന് റെഡി ആയിട്ട് ഇനി വീട്ടിൽ പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. അത് കാരണം 2-3 പെരുന്നാൾ കഴിഞ്ഞു അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു 2017 തുടങ്ങുന്നത് അത്ര സുഖകരമായിട്ടല്ല. പക്ഷെ 17 ഒക്ടോബർ ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ആദ്യത്തെ നമ്മുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നല്ലോ, ക്യാമ്പസിനകത്ത് നമ്മുടെ IT പാർക്കുകൾ വരണം എന്നുള്ളൊരു വിഷൻ നമ്മൾ തുടങ്ങുന്നത് അതേ വർഷം തന്നെ. അത്ര ഭയങ്കരമായ സ്ട്രഗിളുകൾക്കിടയിലും നമുക്ക് ഏറ്റവും കൂടുതൽ പേരുദോഷമുള്ള, കാരണം പേരുദോഷം എന്ന് അത് അപ്പോസ്ട്രോഫിയിൽ ഇടണം. കാരണം ആ നാട്ടിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്തു ആളുകളെ കൊണ്ടുപോയി നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പിരിച്ചുവിടേണ്ട സാഹചര്യം വരുന്നു. നമ്മൾ സ്ട്രഗിൾ ചെയ്തു. അതേ നാട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാരും പഠിച്ച സ്കൂളിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടെക്കീസ് പാർക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ ആ വർഷം തന്നെ ഒക്ടോബറിൽ നമ്മൾ ഡിസംബർ 7 നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തു. കാര്യം നമ്മളത് ജൂലൈയിൽ കയറി
സ്കൂളിൽ കയറി കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡി ആയിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം കൊണ്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഡിസംബർ 7 നമ്മൾ അവിടെ ഇനാഗുറേറ്റ് ചെയ്ത് കയറി. അപ്പൊ ആ സമയത്ത് ശരിക്കും എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടീം ഡെവലപ്പ് ചെയ്യാൻ, കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിൽ ഈ ആശയം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. അങ്ങനെ ക്യുസാറ്റിൽ പോയിട്ട് നമ്മൾ 20 പേരുടെ ടീം ഉണ്ടാക്കുന്നു. അപ്പൊ 20 പേരുടെ ടീമിലാണ് ജോൺസും അജീഷും ഒക്കെ ജോയിൻ ചെയ്യണ 20 പേരുടെ ടീം. അപ്പൊ അവരെന്ത് ചെയ്തു, ഇവിടെ വന്ന് നിന്ന് കുട്ടികളെ കൺവിൻസ് ചെയ്തു. കാര്യം അവരെ റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കൊടുത്തത് നമ്മളാണ്. അപ്പൊ അവര് നോക്കുമ്പോ SP ഒക്കെ ഹാക്കർ എന്നൊക്കെ ഉള്ള ലെവലിലാണ് നമുക്കൊരു പ്രിവിലേജ്. നമ്മളാ മംഗലാപുരം വീട്ടിൽ നിൽക്കുമ്പോഴാണ് അതെ അതിന്റെ ശരിക്കും മീഡിയ വണ്ണ് വന്ന് കവർ ചെയ്ത് പോയ ആ വീഡിയോയില് ആ വീടാണുള്ളത്. ആ വീടിനകത്തുള്ള നമ്മുടെ സാധാരണ ടേബിളും അതിനകത്ത് നമ്മൾ ഇരിക്കുന്ന, അതായത് നമ്മുടെ ഓഫീസായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കവർ ചെയ്യാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റിപ്പോർട്ടർ വന്നു, അങ്ങനെ ഓരോരുത്തർ അത് ഈ പറഞ്ഞല്ലേ നമ്മുടെ പട്ടിണിക്കിടയിലും നമ്മുടെ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. നിർത്തിയിട്ടില്ലായിരുന്നു, അത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. ഇത് എങ്ങനെ ഓവർകം ചെയ്യണം, നമ്മൾ ഇറങ്ങിയത് ഒരു ആശയത്തിന് മേലാണല്ലോ, ഒരു വിഷന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ അന്ന് നടക്കുന്നുണ്ട്. അല്ല, അതിലാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഹൈ റിച്ച് ആയതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഷമീർ ഖാന്റെ വാപ്പയുടെ ഒരു കാർ സിയാസ്, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് വിളിച്ച ഒരാൾക്ക് വേണ്ടിട്ട് എടുത്തതാണ്. മീറ്റിങ്ങിനൊക്കെ പോകാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ നമ്മൾ എടുത്തു. സംഭവം അന്ന് എടുത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മള് എഹിയാക്കാടെന്ന് വണ്ടി വന്നപ്പം ബാക്കിലോട്ട് പാങ്ങോട് ജംഗ്ഷൻ പോസ്റ്റിലും തട്ടി. അപ്പൊ അത് ശരിയാക്കാൻ 4000 രൂപ 5000 രൂപ വേണം. ആ 4000 രൂപ 5000 ഇല്ലാത്തതുകൊണ്ട് ആ കാർ നമ്മുടെ വരുന്നു. ശരിയാക്കിയിട്ട് പിന്നെ കൊടുക്കാം, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ആ കാറിന് വലിയൊരു ചരിത്രമുണ്ട്. കാരണം ആ കാറും ഒരു ക്രെഡിറ്റ് കാർഡും ഞാനും സഫീറും കൂടെയാണ് ഫസ്റ്റ് നമ്മള് കുസാറ്റിലേക്ക് പോണത്. കുസാറ്റിനകത്ത് ഒരു മിൽമ ബൂത്ത് ഉണ്ട്, അത് ഇന്നും അവിടെ ഉണ്ട്. ആ മിൽമ ബൂത്തും ആ കൗണ്ടറും ഇന്നും അവിടെ ഉണ്ട്. അതുവഴിയൊക്കെ പോകുമ്പോ അതെ ഞാനിപ്പോഴും അതുവഴി പാസ് ചെയ്തുമ്പോ കഥകൾ കേൾക്കാറുണ്ട്. അവിടെ ഇന്നും അതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ നിന്നാണ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ അജയിനെ ആദ്യം കാണുന്നു. അതുവഴി നമ്മള് ജോൺസും അജീഷിലേക്ക് എത്തുന്നു. തൊട്ടപ്പുറത്ത് സിറ്റിക്കില് നമ്മൾ കൂടുന്നു, ഇൻക്യുബേഷൻ സ്പേസ് കൂടുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ആശയം ശരിക്കും ആ തകർന്നു കിടക്കുന്ന സമയത്ത് അന്നൊരു ഓഫീസ് എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ആശയം അത് തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ആവശ്യമാണ്. അപ്പൊ ആക്സിഡന്റലി നമ്മുടെ കൂടിയ ആളായിരുന്നു ഈ സിയാസ് കാറ്. അല്ല, അതൊക്കെ കൊണ്ട് നമ്മൾ ടീമിന്റെ അടുത്ത് വരുന്നു, നമ്മൾ കാറിൽ വരുന്നു, പിന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. കാര്യം ഈ ക്രെഡിറ്റ് കാർഡ് തീർന്നത് ഇതിന് ബില്ലടക്കാനുള്ള ക്യാഷും ഇതോടുകൂടി തീരെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് നമ്മൾ ആ ക്യാഷും ആ സംവിധാനങ്ങളും വെച്ച് പിന്നെ നമ്മൾ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയായിട്ട് അന്ന് കൊല്ലം ടെക്നോ പാർക്കിൽ കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ ഇവരുടെ ടീമിനെ കൊണ്ടുവരാൻ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ അൻസാരി സാറുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോഴേക്കും ആ സ്കൂളിൽ അത് ലോഞ്ച് ചെയ്യാൻ നേരത്തെ ക്യുസാറ്റിൽ നിന്ന് 20 പേരുടെ ടീം ഒന്ന് കൺവിൻസ് ചെയ്തു. പേടിച്ച് പിന്മാറിയിട്ടില്ല രണ്ടുപേരും. അതെ, അപ്പൊ അന്ന് ഈ പട്ടിണിക്കിടയിലും നമ്മുടെ പ്രോസസ്സായിരുന്നു, ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. നിർത്തിയിട്ടില്ല, ഓരോന്നായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അൻസാരി സാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സഫീർ ചെന്ന് സംസാരിക്കുമ്പോ അൻസാരി സാറിന് ഒരു വിശ്വാസം വരുന്നു. വിശ്വാസം വരാൻ കാരണം അൻസാരി സാറാണ് നമ്മളെ പഠിപ്പിച്ചതൊക്കെ. അൻസാരി സാറിന് നമ്മുടെ സ്കിൽ അറിയാം. നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മൂപ്പർക്കറിയാം. നമ്മളിപ്പോ വലിയൊരു സ്ട്രഗിളിൽ നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ടും പലരും അത് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് നമുക്ക് അവിടെ സ്പേസ് വന്നു. ക്യാമ്പസിനകത്തൊരു സ്പേസ് വരുന്നു. അധ്യാപകരോട് സംസാരിക്കുന്നു. രക്ഷകർത്താക്കളുടെ മീറ്റിംഗ് ഉണ്ടല്ലോ, അവിടുത്തെ ലൈബ്രറിയിലാണ് ഫസ്റ്റ് ആ മീറ്റിംഗ് നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ കുസാറ്റിലെ ടീം വരുന്നത്. അന്ന് 550 പേരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത 20 പേരും അവിടെ നിന്നാണ് പിന്നെ മഹാദേവ് ഉണ്ടായത്. ഇന്ന് മഹാദേവ് എവിടെ എത്തി നിൽക്കുന്നു വെച്ചാൽ ആ പട്ടിണിക്കിടയിൽ ആ പ്രോസസ്സിൽ നിന്നാണ് മഹാദേവും ടീമും ഉണ്ടായി വന്നത്. നമ്മൾ അന്ന് ആ എടുത്ത ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ടാലന്റ്, ദെൻ ഇന്നോവേഷൻ. അതായത് സിലിക്കൺ വാലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവിടെ മാർക്ക് സുക്കർബർഗ് എന്നുള്ള ടാലന്റ്, ഫേസ്ബുക്ക് എന്നുള്ള ഇന്നോവേഷൻ. ഇപ്പൊ KVUPS നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വന്നു, മഹാദേവ് എന്നുള്ള ടാലന്റ് വന്നു, ഇപ്പം ഡിവോസ് എന്നുള്ള IoT ഇന്നോവേഷൻ അവൻ തുടങ്ങുന്നത്. അപ്പൊ ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സംഭവിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. നമുക്ക് എങ്ങനെ ആമസോണും ഫേസ്ബുക്കും ഒന്നും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള സംഭവം. പക്ഷെ ഈ വിഷന്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത്ര ഈസി അല്ല. അവിടെ നമ്മൾ പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പം പലരും ടാൽറോപ്പിന് ഇപ്പൊ കാണുമ്പോൾ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് സെലിബ്രിറ്റീസ് എല്ലാം ഉണ്ട്, മീഡിയ എല്ലാം ഉണ്ട്, കേരളം മൊത്തം നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പം ഇതൊന്നും തുടങ്ങുന്നത് അത്ര ഈസി അല്ല. അതല്ലെങ്കിൽ നമ്മൾ പറയാം, നമ്മൾ
ആഗ്രഹിക്കുന്ന ആഗ്രഹം ഭയങ്കരമാണ്. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. ഫസ്റ്റ് ഇന്നേ ചെയ്ത്, സെക്കൻഡ് ഇന്നേ ചെയ്ത്. കാര്യം ടെക്കി സ്പാർക്ക് എന്നുള്ള ഒരു ആശയം, ടെക്കി സ്പാർക്ക് എന്നുള്ള പേര് പോലും അൻസാരി സാർ സജസ്റ്റ് ചെയ്തതാണ്. അന്ന് നമ്മൾ ഇടുന്നത് സെപ്റ്റിക് എന്നാണ്, കൊമേഴ്ഷ്യൽ ഇന്നോവേഷൻ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ എന്നാണ്. അപ്പൊ സാർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് പറയാൻ പറ്റും. കൊമേഴ്ഷ്യൽ എന്നുള്ളൊരു അതെ, ഒരു വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ സാർ സജസ്റ്റ് ചെയ്യുന്നത് ടെക്കി പാർക്ക്. അങ്ങനെ വിചാരിച്ചു ടെക്കി സ്പാർക്ക്, അത് പറയാം. ടെക്കി മാത്രം ഒരു ടെക്കി അല്ലല്ലോ, കുറെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മള് ടെക്കി സ്പാർക്ക് എന്നുള്ള പേര് അവിടെ വരുന്ന സംഭവം. അന്ന് സ്കൂളിലും കോളേജിലും ടെക്കി സ്പാർക്കാണ്. പിന്നീട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് സ്കൂളിന് വേണ്ടത് കുറച്ചും കൂടി ഫ്യൂച്ചർ സയന്റിസ്റ്റുകളെ മേക്ക് ചെയ്യുന്ന ഏരിയ, ഫ്യൂച്ചർ ടെക്കികൾ. അപ്പം നമുക്ക് ഇൻവെന്റർ പാർക്ക് ചെയ്യാം, കുറച്ച് ഇൻവെൻഷൻസ് വേണം. കോളേജുകൾ സ്റ്റാർട്ടപ്പ് ഹബ് ആക്കാൻ വേണ്ടി നമുക്ക് ടെക്കി സ്പാർക്ക് ചെയ്യാം. ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാണ് ടെക്കി സ്പാർക്ക് എന്നുള്ള ഒരു ആശയത്തിലേക്ക്. അപ്പൊ ടെക്കി സ്പാർക്ക് കോളേജിനും സ്കൂളിനും ഇൻവെന്റർ പാർക്ക്. ഈ പ്രതിസന്ധിക്കിടയിൽ നമ്മൾ അവിടെ മറക്കാത്ത കുറച്ച് പേരുകളുണ്ട്. ഒന്ന് അജിംഷ. നമ്മളെ ഈ KVPSലെ നമ്മുടെ ടെക്കി സ്പാർക്ക് തുടങ്ങിയ അഡ്വാൻസ്, അതായത് ആദ്യത്തെ 50,000 ആളെന്താണ് ഒരു സ്വർണ്ണമാല പണയം വെച്ച് നമുക്ക് തരുന്ന ഇതാണ്. നമ്മളെ അങ്ങേയറ്റത്തെ സ്ട്രഗിളിലാണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാലോ, ഒരു സ്ട്രഗിൾ ടൈമിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ അതെന്നാണ്. പിന്നൊന്ന്, BEd സമയത്ത് എൻ്റെ ഒരു കോണ്ടാക്ട് ആയിരുന്നു. ഞാൻ BEd ജാമ്യയിൽ ചെയ്യുമ്പോൾ, ജാമ്യയിലെ ട്രെയിനിങ് കോളേജിൽ BEd ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ടാവും. ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ഞാൻ എടവണ്ണ CD സാഹിബ് സ്കൂളിലാണ് ഞാൻ ചെയ്തത്. കേരളത്തിൽ വളരെ കുറഞ്ഞ ഈ റൊട്ടേഷനിൽ, അതായത് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ ഒന്നായിരുന്നു അന്ന് എടവണ്ണയിലുള്ള. അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹിഷാം സാർ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മുടെ ഹിഷാം സാറിനെ പരിചയപ്പെടുന്നു. അന്ന് ഒരു വളരെ കുറഞ്ഞ ഒരു മാസമാണ് നമുക്ക് ആകെ സ്കൂളിൽ ഈ ഇതുണ്ടാവും. 30 വർക്കിംഗ് ഡേ ആണ് ടീച്ചിങ് പ്രാക്ടീസ് ഉള്ളത്. അന്ന് ആ കൂട്ടത്തിലാണ് ആദ്യം മുതലേ പരിചയപ്പെട്ട ഒരാളായിരുന്നു കെമിസ്ട്രി അധ്യാപകനായിരുന്ന ഹിഷാം സാർ. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ സ്വാഭാവികമായിട്ടും മൂപ്പര് കാണുന്നു, നമ്മൾ ഈ നമ്മുടെ KVPSനകത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നു എന്നറിയുന്നു. ശരിക്കും അതിന്റെ ഈ 50,000 രൂപ നമ്മുടെ അജിംഷ തന്നത് പൂർത്തിയാവുന്നത് നമ്മൾ ചെയ്തു തീരുമ്പോൾ 30 ലക്ഷത്തിന് മുകളിലായോടെ അത് ശരിക്കും ഹിഷാം സാറിന്റെ ഉമ്മാടെ എന്താണ് PF 27.5 ലക്ഷം രൂപയാണ് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര നേരത്തെ പറഞ്ഞ സിയാസ് വീണ്ടും കഥാപാത്രമാണ്. സിയാസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിഷാം സാറിനെയും ഹിഷാം സാറിന്റെ അളിയൻ ഫൈസലിക്കായും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നേരെ വരുന്നു, എന്റെ വീട്ടിൽ വരുന്നു, മലപ്പുറത്ത് നിന്ന് നേരെ വീട്ടിൽ വന്നു. KVPSനകത്ത് നമ്മൾ ഇത് പോയി കാണുന്നു. അതിന്റെ വർക്ക് നടന്ന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ കൊല്ലം ടെക്നോ പാർക്കിൽ വന്ന് അവിടെ ഒരു മീറ്റിംഗ് എടുത്തിട്ട് കൊല്ലം ടെക്നോ പാർക്കിൽ വന്ന്, കൊല്ലം ടെക്നോ പാർക്കിന്റെ അടുത്ത് നമുക്കൊരു വീടുണ്ടായിരുന്നു, നമ്മൾ താമസിക്കുന്ന ഒരു വീടുകൾ നമ്മൾ ഈ മംഗലാപുരത്തുനിന്ന് വീട് ഒഴിവാക്കിയിട്ട് നേരെ പോകുന്നത് കൊല്ലത്താണ്. ഞാൻ എപ്പോഴും വീട്ടിൽ പോയിട്ടില്ല, അത് വേറെ കാര്യം, കാരണം ഓഫീസായി. അപ്പൊ അതിന് ശേഷമാണ് നേരെ ഹിഷാം സാറിനെ കൊണ്ടാണ് ഞാനന്ന് വീട്ടിൽ പോണത്. ഹിഷാം സാറിനെ കണ്ട് വീട്ടിൽ പോയി നമ്മൾ KVPSനകത്ത് ഇത് കാണിച്ചു. അപ്പൊ മൂപ്പർക്ക് നമ്മുടെ ഈ ഇതിന്റെ ഒരു ട്രസ്റ്റ് വരെയാണ്. ഇത് കൊള്ളാം, നമ്മള് തകർന്നെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടിയും മൂപ്പര് എന്താണ് ചോദിച്ചിട്ടില്ല, ഇന്നുമില്ല. അപ്പൊ ഇന്നും ഹിഷാം സാറുമായിട്ടുള്ളൊരു ഒരു കണക്ഷന്റെ അതാണ്. അപ്പൊ ഒരു ഫാമിലി പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും ഇതാകുന്നവരും. പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ള സംഭവമുണ്ട്, 1 രൂപ ഇല്ലാണ്ടാണ് KVPSൽ ടെക്കി സ്പാർക്ക് തുടങ്ങാൻ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് അജിംഷ വന്ന് 50,000 രൂപ കടം തരാണ്. അത് അവൻ പണയം വെച്ച് തരാണ്. അത് തിരിച്ചു കൊടുക്കാനോ ഒന്നും ഒരു ഉറപ്പൊന്നുമില്ല. അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോഴും നമ്മൾ 30 ലക്ഷം രൂപ ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നത്. ഫണ്ടില്ല, ക്യാപിറ്റൽ ഇല്ല. ആ സമയത്ത് 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ തുടങ്ങി എന്ന് കാണിച്ചത് കൊണ്ടാണ് അടുത്ത 27 ലക്ഷം രൂപ ഫണ്ട് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഈ ഒരു നമ്മളുടെ ഒരു വിൽ പവർ ആയിരുന്നു സത്യത്തിൽ. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ 100% അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിൽക്കണമെന്നും, നമ്മൾ അതിന്മേ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വഴികൾ ഇങ്ങനെ ഓപ്പണായി വരും. അല്ലെ, ഒരു പെർഫെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അല്ലെ, വേൾഡ് ക്ലാരിറ്റിയോട് കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ടാൽറോപ്പ് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഈ കേരളത്തിൽ കണ്ട ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ വഴികൾ വരും. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ കമ്മിറ്റ് ചെയ്താൽ ഡെലിവർ ചെയ്യുക, കമ്മിറ്റ്മെന്റ്സ് ഡെലിവർ ചെയ്യുക, ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് ഇന്നും റിഗ്രറ്റ് ഉള്ളത് നമ്മുടെ ഒരു തീരുമാനത്തിൽ നമ്മൾക്ക് ആദ്യമായിട്ട് അവരെ
ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കുറച്ച് പേര് പൊയ്ക്കോ എന്ന് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതെ അതെ അത് എന്റെ ലൈഫിൽ ഇപ്പോഴും റിഗ്രറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന സംഭവമാണ്. പകരം നമ്മൾ അത് പറയരുത്. കാര്യം അവരിപ്പോ സ്വയമേ പോയ ആളുകൾ ഓക്കെ, പക്ഷെ നമ്മളെ കൊണ്ട് ഇനി ഇവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവരെ കൊണ്ട് ഇനി സാലറി ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യം നമ്മൾ ക്രൈസിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി നോക്കിക്കോ, ഇനി എന്ത് ചെയ്തിട്ടില്ല, പറ്റില്ല എന്ന്. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചു കാലം കൊണ്ട് നിൽക്കാൻ പറ്റോ എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് റിഗ്രറ്റ് അത് ആണ്. നമ്മുടെ പിന്നീട് ഒരു കുറെ പേര് നമ്മുടെ തിരിച്ചു ഒരു വന്നു. ആലോചിക്കേണ്ട നമുക്കൊരു 23-24 വയസ്സ് അതിന്റെ ഇടയിലാണിത്. അതെ അതെ അപ്പോ അതെ അതെ, ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ. അപ്പം അത് എന്റെ അടുത്ത് ലൈഫിൽ റിഗ്രറ്റ് ഉള്ള ഡിസിഷൻസ് വെച്ചാൽ 2-3 ഡിസിഷൻസ് നമ്മളിങ്ങനെ എടുത്തു പറയുന്നതിലുള്ള ഒരു കാര്യമാണ്. അന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യത്തില്ല, നിങ്ങൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നോക്കി പൊയ്ക്കോ, നിങ്ങൾ ഇനിയിപ്പോ നമുക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സേവനം ആവശ്യമില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നു എന്നുള്ള സംഭവമുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ ആ ഒരു ഗ്രോത്ത് വന്നിട്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ കമ്പനി ഈ ടാൽ റോപ്പിന് എന്തുകൊണ്ട് ടെർമിനേഷൻ പോളിസി ഇല്ല. അതായത് ഒരാൾ ഇതിന്റെ അകത്ത് വന്നാൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരാൾ ഇതിന് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പറയണം, നിങ്ങൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കിക്കോളണം കേട്ടോ, കാര്യം നിങ്ങൾക്കുള്ള സ്പേസ് ഇവിടെ ഇല്ല. അവർ സ്വയമേ റിസൈൻ ചെയ്ത് പോവുക എന്നുള്ള സംവിധാനം. ടെർമിനേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഇല്ലാതാക്കിയതിന്റെ റീസൺ തന്നെ അന്നത്തെ ആ ഒരു റിഗ്രറ്റ് ആണ്. അത് നമ്മൾ എന്തായിട്ടാണ് അവരോട് അത് പോകാൻ പറഞ്ഞു എന്നുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് ഇവൻ നോട്ടീസ് സ്പീഡ് നമ്മൾ വെക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, മനസ്സിലായില്ലേ, നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, പറഞ്ഞു വിടരുത് എന്നുള്ളത്. പിന്നെ ഈ KVPസിൽ തുടങ്ങി ഈ December 7 അങ്ങനെ ഒരു ഡിസംബർ 7-ാം 7 തീയതിയാണ് നമ്മൾ ചെയ്യണത്. 8-ാം തീയതി ഞാൻ വീണ്ടും ഉടനെ കയറിയാണ് വണ്ടി എടുത്ത് ഈ സിയാസും എടുത്ത് വീണ്ടും പോണത് നമ്മുടെ എടവണ്ണ ജാമ്യയില്. ഞാൻ 7 വർഷം പഠിച്ച 7-8 വർഷം ഉണ്ടായിരുന്ന ക്യാമ്പസിനകത്തേക്കാണ്. അവിടെ ചെല്ലുന്നു. അതിനകത്ത് നമ്മൾ എന്താണ് ഈ കാരണം അത് നോക്കുമ്പോൾ KG മുതൽ PG വരെ എല്ലാം ഒറ്റ കോമ്പൗണ്ടിനകത്തുണ്ട്. അതിനകത്ത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് പറ്റിയ സ്ഥലം, 7 വർഷത്തെ പരിചയം. ഇപ്പൊ ഞാൻ ആരാണ് എന്ന് ക്യാമ്പസിലുള്ള ആളുകൾക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങി, സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു, അന്ന് ഡയറക്ടർ ആയിരുന്ന സലഫിയെ കാണണം. അബ്ദുറഹ്മാൻ സലഫിയെ കണ്ടു, സംസാരിച്ചു, നമ്മുടെ ആശയം പറഞ്ഞു. അങ്ങനെ അത് മാനേജ്മെന്റുമായിട്ട് എറണാകുളത്തിരുന്ന് ധാരണയാക്കി നമ്മൾ അതിനകത്ത് നമ്മുടെ രണ്ടാമത്തെ ടെക്കീസ് പാർക്ക് നമ്മളെ ടെക്കീസ് പാർക്ക് എന്നുള്ളത് സ്കെയിൽ ചെയ്യണം വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ചേരുന്നു. അങ്ങനെയാണ് അവിടെ കയറുമ്പോൾ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ എന്താണ് ടെക്കീസ് പാർക്ക് അവിടെ എന്ത് ചെയ്യണത് 2018 വന്ന് 17 ഡിസംബർ മുതൽ തുടങ്ങിയിട്ട് 18 ഓഗസ്റ്റിലാണ് നമ്മളത് എന്ത് ചെയ്യണത്, ഇത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യണത്. 2019 ജനുവരിയിലാണ് നമ്മൾ ഫുൾ ഓപ്പറേഷൻ ആയിട്ട്. ഒഫീഷ്യൽ ഇനാഗുറേഷൻ അന്ന് സ്പീക്കർ നടത്തുന്നത് ജാനുവരിയിലാണ് നടത്തുന്നതെങ്കിലും നമ്മുടെ പ്രോസസ്സിംഗുകൾ അവിടെ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോഴായിരുന്നു. ഒഫീഷ്യൽ ഓപ്പറേഷൻ നമ്മൾ 2019 ജനുവരി 1 തുടങ്ങി. ജനുവരി 1 ലോഞ്ച് ചെയ്ത ഒരു നമ്മൾ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തുടങ്ങിയത് അപ്പോഴാണ്. 2018 ഓഗസ്റ്റിലാണ് നമ്മുടെ പ്രസന്റേഷൻ ഒക്കെ അവിടെ. അതെ, നമ്മളിപ്പോ അന്ന് ടെക്കീസ് പാർക്കുകൾ ചെയ്യണം, കേരളത്തിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു കൗണ്ട് നമുക്കറിയില്ല, ഇത് എത്ര എണ്ണം ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ 247 ബ്ലോക്ക് പഞ്ചായത്തോ അങ്ങനെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ളത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സജഷൻ കിട്ടിയത്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വെച്ച് ചെയ്തുകൂടെ, 140 തന്നെ കറക്റ്റ് ഉണ്ടല്ലോ. അപ്പോഴാണ് എങ്കിൽ 140 എണ്ണം കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 140 കോളേജുകളിൽ ചെയ്യാമെന്നാണ്. സ്കൂൾ ഓർ കോളേജ് ആയിരുന്നു. ഇതാണത് 140 കോളേജിലെ ടെക്കീസ് പാർക്കും 140 സ്കൂളിൽ ഇൻവെന്ററി പാർക്കും എന്നുള്ള ലെവലിൽ. അതായത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ക്ലിയർ പിക്ചർ വരുന്നത്. മാതൃകയില്ലല്ലോ അതെ, ഇതിപ്പോ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ ക്യാമ്പസുകളിൽ വരണം എന്നുണ്ട്, രണ്ടുപേർക്ക് അറിയാം. പക്ഷെ ഒരു കൗണ്ടും ഒരു സ്ട്രക്ചറും പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെ വരണമെന്നോ ഏത് രീതിയിൽ വരണമെന്നോ നമുക്കും അറിയില്ല. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇൻഡസ്ട്രി ക്യാമ്പസിനകത്ത് എത്തിയാലേ പറ്റുള്ളൂ എന്നറിയാം. അത് വന്നതിന് ശേഷമാണ് പിന്നെ ഇൻവെന്റർ പാർക്ക് ആകുന്നത്. അത് പിന്നീട് എന്താണ്, അത് സ്കൂളുകളിൽ അതാകുന്നത്. ഇപ്പോ നമ്മൾ അന്ന് സംസാരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ 17-ലോ 16-ലോ അല്ലെങ്കിൽ ആ സമയത്തോ ഇപ്പോ എന്താണ്, ഇപ്പൊ നിയമസഭയ്ക്കകത്ത് നമ്മൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെയും കേട്ടിട്ടില്ല. പക്ഷെ സമീപകാലത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഈ കാലയളവിൽ നിയമസഭയിൽ ചർച്ച ഇതായിരുന്നു. കാരണം അതിനുള്ള കാരണം എന്താണോ നമ്മൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിന് ഇതായിരുന്നു. കാരണം ക്യാമ്പസിനകത്തുനിന്ന് കുട്ടികൾ പഠനം കഴിഞ്ഞിറങ്ങുന്നു, ജോലി അവരുദ്ദേശിക്കുന്നത് കിട്ടുന്നില്ല. ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ എന്താണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. ഇതൊക്കെ പറയുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ സംഭവിക്കുന്നു. അതിനുള്ള കാരണം റൂട്ട് അന്വേഷിക്കുമ്പോൾ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്യാപ്പാണ്.
ഇപ്പൊ സജീവമായ ചർച്ച. ഇപ്പോൾ ഒരുപാട് ക്യാമ്പസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി, എന്താണ് സ്ഥലമുള്ള ക്യാമ്പസുകൾക്ക് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള പ്രൊജക്റ്റിലേക്ക് ഗവൺമെന്റിന് അപ്ലൈ ചെയ്യാം, ഇങ്ങനെ വരുന്നു. അപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുവന്നത് അതിനെ വാലിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണത്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടെക്കി സ്പാർക്ക് നമ്മുടെ ആ കോൺക്ലേവുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ സംസാരിക്കാൻ കഴിയുന്നത്. കോൺക്ലേവിൽ റിസൾട്ടുകൾ കാണിക്കാൻ കഴിയുന്നു. ഏറ്റവും റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നുള്ള കുട്ടികൾക്കും, ഇതിന് കോളേജിൽ പോയിട്ടില്ലാത്ത കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിനോട് അല്ലെങ്കിൽ ടെക്നോളജിയോട് പഠിക്കാൻ താല്പര്യമുണ്ടോ, അവർക്ക് റിസൾട്ട് ഉണ്ട്. നമ്മുടെ കോൺക്ലേവുകളിലെ എന്താണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് അട്ടപ്പാടിയിൽ നിന്നുള്ള നമ്മുടെ എഞ്ചിനീയേഴ്സ് ആയിരുന്നല്ലോ. കാരണം അതൊരു വലിയ റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ 18 വരെ എത്തിയുള്ളൂ. 18 ഈ ജാമ്യയിൽ വന്ന് ഒരു വർഷത്തോളം നമ്മൾ എന്ത് ചെയ്തു, നീണ്ടു നിൽക്കുന്ന എന്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഇൻഫ്ര ആയിരുന്നു അത്. അതെ, ശരിക്കും നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ 1,34,00,000 അങ്ങനെ എന്തോ ഒരു കൗണ്ടിലാണ് സംഭവം വന്നത്. സത്യത്തിൽ അത് എന്തുകൊണ്ട് 1,34,00,000 ആയെന്ന് വെച്ചാൽ നമ്മുടെ പൈസ ഇല്ലാത്തത് കൊണ്ടായി എന്നുള്ളതാണ്. അതെ അതെ കാര്യം ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോഴേക്ക് ഓക്കെ നിങ്ങളുടെ ഈ പ്രോജക്ട്സ് ഉള്ളത് കൊണ്ട് ഇപ്പൊ കോളേജിൽ ഇപ്പൊ ടെക്കി സ്പാർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഇതൊന്നും ഇല്ല. നമുക്ക് ഇൻവെസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞാൽ പോലും ഇത് എന്താണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അന്ന് പക്ഷെ നമ്മളൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് 300 അഡ്മിഷൻസ് എടുത്തു, 25,000 രൂപ വെച്ച് 75 ലക്ഷം രൂപ നമ്മൾ കാണിച്ചു കൊടുക്കുക. 2 മാസത്തെ കളക്ഷനാണ്. കാര്യം എനിക്ക് ടെക്നോളജി അറിയാം, ടെക്നോളജി പഠിപ്പിക്കാനും അറിയാം. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, 75 ലക്ഷം രൂപ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇൻവെസ്റ്ററിന് മനസ്സിലായത് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഒരു കൺസെപ്റ്റ് പറയല്ലോ, അതായത് നമുക്ക് ഫണ്ട് ഇല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് പ്ലാൻ ചെയ്തൊരു സാധനം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാത്തോണ്ടാണ് 1.5 കോടിയിൽ എത്തിയതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു തോട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു, ഫണ്ട് ഇല്ല അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ മുൻമാതൃക ഇല്ലാത്തൊരു സാധനം. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തുടങ്ങണമെങ്കിൽ നമുക്കറിയാം, ഓക്കെ കുട്ടികൾക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് മുടക്കണമെന്ന് നമുക്കറിയാം. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇതല്ല. ഇത് ടെക്കി മാത്രമല്ല സ്പാർക്കാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് ആണ് ജംഷിയാണ് അതെ, അതെ. കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വലിയ കോൺട്രാക്ടറിനെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ ബിൽഡേഴ്സിന്റെ അടുത്ത് പോയിട്ടൊന്നുമല്ല. അപ്പൊ അവരുടെ അടുത്ത് പറയാം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ വന്നപ്പോ ഓക്കെ നമുക്ക് റിസപ്ഷൻ ചെയ്യണം, നമുക്ക് KVUP ടെക്കി സ്പാർക്കിൽ 30 ലക്ഷം തന്നെയാണ് ബഡ്ജറ്റ് ഇട്ട. അപ്പൊ നമുക്ക് തോന്നി ഇവിടെ നല്ല മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്, നല്ല പൊട്ടൻഷ്യൽ ഏരിയ ആണ്, നമുക്കൊരു പ്രസന്റേഷൻ റൂം കൂടി ചെയ്യണം എങ്കിൽ നമുക്ക് ഓക്കെ ആ ഏരിയ പ്രസന്റേഷൻ റൂം ചെയ്യാം. അപ്പം വർക്ക് സ്റ്റേഷൻ നമുക്ക് മറ്റടുത്ത് 24 സീറ്റ്സേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്പേസ് ഉണ്ട് എങ്കിൽ അതും കൂടെ എടുത്താൽ എങ്കിൽ ഓക്കെ 24 സീറ്റ് ഇവിടെയും ചെയ്യാം, അവിടെ നമുക്ക് 40 ചെയ്യാം, ടോട്ടൽ 64 സീറ്റ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഒരു കോൺഫറൻസ് റൂം എങ്കിൽ ഒരു 10 സീറ്റ്സിന്റെ ഒരു കോൺഫറൻസ് റൂം ചെയ്യാം. എന്നിട്ട് അഡ്മിൻ റൂം, അങ്ങനെ അഡ്മിൻ റൂം അപ്പുറം ഇപ്പുറം കിട്ടിയപ്പോ ഇവിടെ വരുന്നവരെങ്ങനെ എങ്കിൽ അവിടെ ഒരു റിസപ്ഷൻ അഡ്മിൻ ഇടാം. ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതങ്ങ് വലുതായി. അപ്പൊ സ്വാഭാവികമായിട്ട് ആലോചിക്കാന്ന് പറഞ്ഞാൽ അന്ന് ഇൻവെസ്റ്റേഴ്സ് ഇല്ല, നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു കപ്പാസിറ്റിയിൽ ചെയ്യുന്നു. അപ്പൊ അവര് കോൺട്രാക്ട് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോഴാണ് നമ്മുടെ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറെ മെറ്റീരിയൽ സപ്ലൈസ് കടം തന്നു, പ്ലൈവുഡ് കടം തന്നു, ഇങ്ങനെ കടം തന്നിട്ട് തീരുമ്പം തന്നാൽ മതി. അവസാനം ആ കടം വാങ്ങിയത് കുരിശായി, അത് പിന്നത്തെ വേറൊരു വിഷയം. കാര്യം ഇത് എല്ലാവരും കൂടിയിട്ട് കൊടുക്കാൻ പൈസ ഇല്ല. എന്റെ ഒരു സെക്കൻഡ് ഹോം ആണ് ശരിക്കും ഇടവണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഇടവണ്ണയാണ്. അതിനുശേഷം പിന്നെ വയനാടാണ്. നമ്മൾ ഞാൻ പഠിച്ച എല്ലാ സ്ഥലത്തും ടെക്കി സ്പാർക്ക് ആയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം നമ്മള് WM പോലും ചെയ്തല്ലോ. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് ഇത് ചെയ്തു, എല്ലാ വർക്കുകളും കംപ്ലീറ്റ്. എന്നിട്ട് പിന്നെ ആ സ്ട്രഗിൾസിന്റെ ഇടയിൽ നമ്മൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ 300 അഡ്മിഷൻ നമ്മൾ അതിനകത്ത് നിർത്തും. അപ്പൊ 1,34,00,000 രൂപ മുടക്കിയ സ്ഥലത്ത് അതേ സമയത്ത് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 ലക്ഷം രൂപ ഇൻഹൗസ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്നുള്ള വരവ് വന്നു. എന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയ നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു. ഈ പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ അതുവരെ ഇന്റേൺഷിപ്പുകൾ കൊടുത്തിരുന്നത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ തുടങ്ങിയ പാലമുട്ടിൽ ബിൽഡിങ്ങിൽ തുടങ്ങിയതും ഫ്രീ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്റേൺഷിപ്പ് തുടങ്ങിയത്. അതേ ഇന്റൻസിറ്റിയിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിറങ്ങിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. അന്ന് നമ്മൾ 40,000 രൂപ കൊടുത്ത് 2 ഷിഫ്റ്റ് നമ്മൾ ഓടിച്ചു. അവിടെ നിന്നാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഒരു ടീം എന്ത് ചെയ്യണത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് ശരിക്കും നമുക്ക് നമ്മുടെ ജാമിയ നദിവേല നമ്മുടെ ടെക്കി സ്പാർക്കിന്റെ പ്രൊമോ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ യൂണിഫോം ഇട്ടൊരു ടീമിനെ കാണാം. ആ യൂണിഫോം ഇട്ട ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഹൗസ് ടീമാണ്. നമ്മൾ തൊട്ടടുത്ത് നമ്മളൊരു ബിൽഡിംഗ് നോക്കിയാണ്. അപ്പോഴാണ് വീണ്ടും ഒരാളുടെ കടന്നുവരവുള്ളത്. നമ്മുടെ മുസ്തഫാക്ക നമ്മൾ ആദ്യം മുസ്തഫാക്കാരുടെ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണത്, നമ്മുടെ ഹോസ്റ്റൽ നമ്മൾ ചെയ്തിരുന്നു. ഇന്റേൺഷിപ്പിന് വരുന്ന ആ സ്റ്റുഡൻസിന്റെ നമ്മളവിടെ എടുക്കുന്നു. ഏതാണ്ട് ഒരു 40 പേരാണ് നമ്മളന്ന് എന്ത് ചെയ്തത്. 40ന്റെ 2 ഷിഫ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതായത് മോർണിംഗ് ഷിഫ്റ്റ് ഇൻഹൗസ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു സംവിധാനം വരുന്നുണ്ട്.
ഈ 40 പേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു എടുത്തു. 40 പേര് 40,000 വെച്ചിട്ട് വീണ്ടും ഒരു 16 ലക്ഷം രൂപ. ഉം. അതായത് ഒരു 1,30,00,000 രൂപ മുടക്കിയ ഒരു സ്ഥലത്ത് 1-ാം വർഷം തന്നെ എന്താണ് ബ്രേക്ക് ഇവൻ ആവാനുള്ള ഒരു എമൗണ്ട് വരെയാണ്. കാരണം അതിന് 2 ഷിഫ്റ്റ് ഓടി. 16ന്റെ 2 ഷിഫ്റ്റാണ് ഓടിയത്. അപ്പൊ ആ കണക്ക് കാണുമ്പോൾ ഓക്കെയാണ്. കാരണം എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉം. നമ്മുടെ ഓരോ ടെക്കി സ്പാർക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് കോടികൾ ഉണ്ടാക്കാം. ആ. കാരണം അത് മതി. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ടാണ് നമ്മളത് റവല്യൂഷൻ ആണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് ഒരു 4 വരയ്ക്കുള്ളിൽ ഇത് നിൽക്കാത്തത്. ഇത് എത്രത്തോളം വലുതാക്കണം. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത അമൽ കോളേജിലെ ടെക്കി സ്പാർക്ക് എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറിൽ ഒന്നായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അതിപ്പോ അവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പൊ നിലമ്പൂർ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയത്തുകൊണ്ട് ഒരുപാട് ജനപ്രതിനിധികൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്താണ് വാഴയൂർ സാഫി കോളേജിൽ നമ്മുടെ എന്താണ് ടെക്കി സ്പാർക്കിന്റെ സംസാരം കഴിഞ്ഞ അവിടെ ടെക്കി സ്പാർക്ക് അവരവിടെ ചെയ്യണമെന്ന് അവരവിടെ പറഞ്ഞിരിക്കുക. അവിടുത്തെ മാനേജ്മെന്റ് അവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇതാണ്. അപ്പൊ ആളുകൾക്ക് വന്ന് കണ്ട് ഇത് അവരുടെ ക്യാമ്പസിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് അത് ഇന്ന് എന്ത് ചെയ്തു മാറി. മാറിയിട്ട്. അപ്പൊ നമ്മള് നമ്മള് ആ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് ടാലൻസ് ഇന്നോവേഷൻ ചെയ്തു തുടങ്ങി. ഇപ്പൊ 2017 കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ KVUPS നമ്മൾ ടെക്കീസ് പാർക്ക് വരുമ്പോൾ അവിടെ ഒരു മാർക്ക് സുക്കർബർഗ് ഉണ്ടാകുന്ന ആരും വിശ്വസിക്കുന്നില്ല, അവിടെ ഫേസ്ബുക്ക് ഉണ്ടാകുന്ന വിശ്വസിക്കുന്നില്ല. എന്ന് റിസൾട്ട് ആണ്. അതെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് കൊടുക്ക്, എന്നിട്ട് ടാലന്റുകൾ എടുക്ക്, എന്നാൽ ഇന്നോവേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ട ഫെസിലിറ്റേഷൻ നമ്മൾ കൊടുക്കണം. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ അതെ, മുൻമാതൃകയൊന്നുമില്ല, ഇത് എങ്ങനെ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, ഓക്കെ, ഇന്നത്തെ സിലിക്കൻ വാലിനെ കമ്പയർ ചെയ്യത്തില്ല. 1945 സിലിക്കൻ വാലിനെ, അതായത് ആ. ഫ്രെഡറിക് ടെർമാൻ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തു. ഓക്കെ, എങ്കിൽ നമുക്ക് അത് കൊടുക്കും. അപ്പൊ നമ്മുടെ കമ്പാരിസൺസ് അതാണ്. ഒരു മുൻമാതൃക എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അത് നമ്മൾ പോയി കണ്ടതൊന്നുമല്ല, കേട്ടതും പഠിച്ചതും നമ്മളിവിടെ റിയലൈസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ട്രൈ ചെയ്യണം. എക്സ്പെരിമെന്റ്സുകളാണ്. ഈ എക്സ്പെരിമെന്റുകൾ ചെയ്തു, നമ്മൾ അതിലേക്ക് തന്നെ നിന്നു, പല പരീക്ഷണങ്ങളും ചെയ്തു. അപ്പൊ അവിടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കോഫൗണ്ടർ അനസ് അബ്ദുൽ ഗഫൂർ. പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് കോളേജുകളിലൊക്കെ നല്ല പരിചയമുണ്ട്. കോളേജിൽ സോഫ്റ്റ്വെയർ ഫിറ്റഡ് സംവിധാനം, അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കുറെ വർക്ക്ഷോപ്സും പ്രോഗ്രാംസും കുറെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അതുകൊണ്ടാണ് നമ്മൾ രാജധാനിയിൽ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ മഹാദേവ് ഒക്കെ പോയി പ്രസന്റ് ചെയ്യുന്നു. അപ്പം ചെറിയ കുട്ടി 11 വയസ്സുകാരൻ വന്ന് അവിടുത്തെ എഞ്ചിനീയേഴ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ആളുകൾ വാലിഡേറ്റ് ചെയ്ത് വന്നത്. ആദ്യമായിട്ട് അവര് ക്രൗഡിനെ കാണുന്നതാണ്. കാരണം രാജധാനിയിൽ വലിയൊരു ക്രൗഡാണ് സ്റ്റുഡൻസിന്റെ. ആ വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് മഹാദേവ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലേ ഇപ്പൊ എന്താണ് ഇപ്പൊ 1940-കളിൽ ഫ്രെഡറിക് ടെർമാൻ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന സിലിക്കൻ വാലി ആയി മാറുന്നതിൽ 10-80 വർഷത്തെ ഒരു പ്രോസസ് ഉണ്ട്. 8 പതിറ്റാണ്ടാണ്, ഒരു നൂറ്റാണ്ടിനടുത്തായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആളത് ക്യാമ്പസിനകത്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ ഹ്യൂലറ്റ് ആൻഡ് പക്കാർഡ് എന്ത് ചെയ്യുന്നു, അവിടെ വരുന്നു, അവരുടെ എന്താണ് എക്സ്പെരിമെന്റുകൾ നടത്തിയ ഒരു പ്രൊഡക്റ്റ് ആയി പുറത്തിറങ്ങി. HP കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ഇറങ്ങുന്നു. പലതരത്തിലുള്ള എന്താണ് പ്രോഗ്രാമുകൾ അവിടെ നടക്കുകയാണ്. അതിൽ നിന്നാണ് ചെറിയൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് അകത്തു നിന്നാണത്, ഒരു കലാലയത്തിനകത്തു നിന്ന് ഉണ്ടായി, ക്യാമ്പസിനകത്തു നിന്നാണ്. അവിടെയും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ളൊരു പ്രൊജക്റ്റ് ആണ് ഇന്ന് ഏറ്റവും വലിയൊരു സംഭവം ആയിട്ട് മാറി ഇത് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആശയം ഇതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ക്യാമ്പസിനകത്ത് കൊണ്ടുവരുന്നു. ആശയങ്ങളുള്ള ഒരുപാട് എന്താണ് വിദ്യാർത്ഥി സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ 2018 നമ്മൾ ഒരു ഡ്യുവൽ പ്രസന്റേഷൻ എടുത്തത് ഇപ്പോഴും നമ്മള്, കാരണം 2018 അവിടെ നിന്നാണ്. കാരണം ജാമ്യക്കകത്തുള്ള 2,500-3,000 സ്റ്റുഡൻസും ഈ ടെക്കി സ്പാർക്ക് കണ്ടിറങ്ങി എല്ലാവർക്കും നമ്മൾ 1 മണിക്കൂറുള്ള ഒരു പ്രസന്റേഷൻ കൊടുത്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത സാധനം. പ്രസന്റേഷൻ കുട്ടികൾ ഇങ്ങനെ വരുന്നു, 1 മണിക്കൂർ വരുന്നു, അടുത്ത ബാച്ച്. അത് ടെക്കി സ്പാർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പ്രസന്റ് ചെയ്തത്. പ്രസന്റേഷൻ ഹാൾ ആദ്യമേ എന്ത് ചെയ്തു, റെഡിയാക്കി എടുത്തു. അന്നായിരുന്നു 2018 നമ്മള് എന്താണ് സാധാരണ എല്ലാ സ്ഥലത്തും ഒരു പ്രൊജക്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് മാറ്റി ഇന്ററാക്റ്റീവ് പ്രൊജക്ടറാണ്. അന്ന് ഈ ബോർഡ് വന്നിട്ടില്ല, ഇന്ററാക്റ്റീവ് ബോർഡ് വന്നിട്ടില്ല. ഇന്ററാക്റ്റീവ് പ്രൊജക്ടറാണ് അന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട്. അത് നമ്മൾ 3 അവിടെ പർച്ചേസ് ചെയ്തു. നമ്മുടെ പ്രസന്റേഷൻ ഹാള്, കോൺഫറൻസ് ഹാള്, നമ്മുടെ R&D ലാബ്, ഈ 3 സ്ഥലത്തും. അന്ന് ഏതാണ്ട് അതൊരു 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയായിരുന്നു ഒരെണ്ണം. അപ്പൊ എന്തുകൊണ്ട് ഈ 1,34 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് വേണ്ട. സാധാ പ്രൊജക്ടർ അല്ല നമ്മൾ വെക്കേണ്ടത്, ഇന്ററാക്റ്റീവ് ആയിട്ട് കൊടുക്കണം. കുട്ടിക്ക് എഴുതാനും വരയ്ക്കാനും അത് കാണിച്ചു കൊടുക്കുക. ടെക്നോളജിയാണ് നമ്മൾ പറയണം. അപ്പൊ ആ ടെക്നോളജി നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നല്ല, നമുക്ക് ഇതൊക്കെ വേണം എന്നുള്ള നമ്മുടെ ചിന്തകളാണ് സത്യത്തിൽ എന്ത് ഇന്നോവേഷൻ ആണല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസുകൾ വേണം. അപ്പൊ ഇന്ന് 2018 ഏറ്റവും ഇന്നോവേറ്റീവ് ആയ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. ഇന്നും
ടെക്കീസ് പാർക്കിനകത്ത് ചെല്ലുമ്പോൾ, ജാമ്യയിലെ ടെക്കീസ് പാർക്കിനകത്ത് ചെല്ലുമ്പോൾ ഇന്നും അതൊരു പുതുമ ഉണ്ടാവുന്നതിന് കാര്യം അതാണ്. അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ്. ഇന്നും അത് നമുക്ക് എവിടെയും അധികം സ്ഥലങ്ങളിലും കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അത് 9ാമത്തെ വർഷത്തേക്ക് കടന്നു. ഇനി റിനോവേഷന് വേണ്ടിയിട്ടുള്ളൊരു സമയമായത്. കാരണം ജാമ്യക്കകത്ത് അങ്ങനെ ഒരു ടെക്കീസ് പാർക്ക് ഉണ്ട് എന്ന് പുറമേ നിന്ന് നോക്കിയാൽ കാണില്ല. ബാക്കി ടെക്കീസ് പാർക്കുകളെ പോലെയല്ല. കാരണം ആറാണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടൈമിൽ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കത് പുറമേ നിന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓടി പിടിപ്പിക്കണം. കാരണം തൊട്ടടുത്ത അമൽ കോളേജിലെ ടെക്കീസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനകത്ത് ലാൻഡിൽ നമ്മളായിട്ട് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ അതൊരു 7 വർഷത്തെ ഒരു മാറ്റം ഉണ്ടത്. ഇനി എന്തായാലും നമ്മുടെ റിനോവേഷൻ കഴിഞ്ഞ് വരുമ്പോ ഈ ടെക്കീസ് പാർക്കും എന്ത് ചെയ്യും, പുറത്ത് നിന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജേർണി ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ പോലെ KG മുതൽ PG വരെ പലതരത്തിൽ ഇപ്പൊ അറബിക് കോളേജ്, ആർട്സ് കോളേജ്, വുമൻസ് കോളേജ്, അങ്ങനെ B.Ed, TTC, നമുക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ICT പ്രോഗ്രാം. അപ്പോൾ കോവിഡിന് മുമ്പും ശേഷവും, കോവിഡിന് മുമ്പ് നമ്മൾ ICT അധ്യാപകർക്കുള്ള ICT വർക്ക്ഷോപ്പുകൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് അല്ല കോവിഡിന് ശേഷം ഉണ്ടായി. കാരണം കോവിഡിന് ശേഷം ഇത് നിർബന്ധമായി. അന്ന് ഈ അധ്യാപകന്റെ ഒരു റെസ്യൂമില് ടെക്നിക്കൽ നോളജ് എന്നുള്ളത് മസ്റ്റ് അല്ല, അതുണ്ടെങ്കിൽ ബെറ്റർ എന്നേ ഉള്ളത്. പക്ഷെ അതിനുശേഷം അങ്ങനെയല്ല. കോവിഡിന് ശേഷം ടെക്നിക്കൽ സ്കില്ല് നിർബന്ധമായും ഉണ്ടായി. കാരണം പല അധ്യാപകരും നേരിട്ടൊരു പ്രശ്നമാണല്ലോ, മീറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, സൂം എങ്ങനെ യൂസ് ചെയ്യണം. കാരണം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു. കാരണം നല്ലതുപോലെ അധ്യാപകരായിരുന്നവർക്ക് പോലും ആ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയൊക്കെ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഈ അധ്യാപകരുടെ സ്കില്ല് രക്ഷിതാക്കൾ മനസ്സിലാക്കിയ ഒരു ടൈം കൂടിയാണ്. അതാണല്ലാണ്ടല്ല അങ്ങനെ ഒരു റെവല്യൂഷൻ നടന്ന ടൈമാണ്. മറ്റത് ഇപ്പൊ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ കുട്ടികളെടുത്ത് ഫോൺ ഉപയോഗിച്ച് പഠിക്കാൻ പറഞ്ഞൊരു സമയം. നമ്മൾ ഈ റെവല്യൂഷനെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടിയാണ് ആ സമയത്ത്. അതിന്റെ ടൈം പാൻഡമിക് സിറ്റുവേഷൻ ആണെങ്കിലും വലിയ തിരിച്ചറിവുകൾ ആളുകൾക്ക് കിട്ടിയ സമയം. പല കാര്യങ്ങളിലും വീട്ടിൽ നിന്ന് വെളിയിറങ്ങാണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാൻ നമ്മൾ വിചാരിച്ച സമയമാണ്. ഈ പറഞ്ഞ അധ്യാപകൻ തന്നെ ഒരു അധ്യാപകൻ സ്കൂളിനകത്ത് നിന്ന് പഠിപ്പിച്ചാൽ മാത്രമല്ല സിലബസ് പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ലേണിങ്ങിന് പകരം ലേണിംഗ് ആയിരുന്നു ശരിക്കും നടന്നത്. മൊബൈൽ ലേണിംഗ് ആയിരുന്നല്ലോ. എല്ലാവരും വാട്സപ്പിൽ കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നു എന്ന് രക്ഷിതാക്കൾ ഒരുപാട് വട്ടം മനസ്സിലാക്കിയ ഒരു ടൈമാണ്. കാരണം പല സമയത്തും ഈ ഹോംവർക്കുകളൊക്കെ ചെയ്തത് രക്ഷിതാക്കളായിരുന്നു. അധ്യാപകരുടെ സ്കില്ല് കൃത്യമായിട്ട് മനസ്സിലാക്കി വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൺസെപ്റ്റ് ശരിക്കും ആളുകൾ എല്ലാവർക്കും ഓഫീസിൽ പോയില്ലെങ്കിലും വർക്ക് ചെയ്യാന്ന് മനസ്സിലാക്കിയതും ആ ഒരു ടൈമിലായിരുന്നു. കമ്പനികൾ എന്ത് ചെയ്തു? ഇപ്പൊ മലപ്പുറം ഇടവണ്ണ എന്ന് പറഞ്ഞാൽ അഫിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ്. ശരിക്കും നമ്മളന്ന് 2018 ഓഗസ്റ്റ് 12-നാണല്ലോ നമ്മളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോകുന്ന വലിയ സംഭവമാണ്. വെള്ളപ്പൊക്ക സമയം. അപ്പൊ ഞാൻ എന്നെ കല്യാണത്തിനൊരു ബെൻസ് ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്ത് നിന്ന് ഒരുപാട് ബെൻസ് വരാന്നൊക്കെ പറയുന്നത്. അവസാനം വെള്ളപ്പൊക്ക റോഡ് മൊത്തം അടച്ച് നമ്മുടെ അന്ന് സിയാസമ്പളത്തുണ്ട്. അത് സംഭവം ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ വണ്ടി റോഡ് മാർഗം പിന്നെ പോകത്തില്ല, കാര്യം വെള്ളപ്പൊക്കമാണ്. അവസാനം ഞാൻ അന്ന് കരിപ്പൂർ വിമാനത്താവളം നമ്മൾ രണ്ടും കൂടെ കയറുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ് ലാസ്റ്റ് ഫ്ലൈറ്റ്, അത് കഴിഞ്ഞ് കരിപ്പൂർ അടച്ച്. അതെ, അത് അന്ന് വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അതിലൊരു റെവല്യൂഷൻ നടന്നേനെ. ഓൺലൈൻ നിക്കാഹിലൂടെ 6:30 നമ്മൾ നോക്കുമ്പോ ആദ്യം വണ്ടിയിൽ പോവാന്ന് തീരുമാനിക്കുന്നു. അപ്പോ ആലുവയില് വെള്ളം കയറുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. അപ്പോ റോഡ് മാർഗം പോയിട്ട് കാര്യമില്ല, ട്രെയിൻ എന്തായാലും ഇല്ല. അങ്ങനെയാണ് പിന്നെ ഫ്ലൈറ്റ് നോക്കുന്നത്. കോഴിക്കോട് ടു ട്രിവാൻഡ്രം ഒറ്റ ഫ്ലൈറ്റ് ആണ്. അന്ന് ആഴ്ചയിൽ എല്ലാ ദിവസവും ഇല്ല, ആ ദിവസം എന്തായാലും ഉണ്ടായിരുന്നു. 6:30 നമ്മൾ എന്ത് ചെയ്തു, പുറപ്പെടുമെന്ന് പറഞ്ഞത് രാത്രി 12:55 പുറപ്പെടുന്നത്. അതായത് കല്യാണ ചെറുക്കൻ വീട്ടിലെത്തേണ്ടത് പുലർച്ചെയാണ്. അതൊരു സംഭവമായിരുന്നു. അങ്ങനെ സംഭവം. എന്നിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് 2 ദിവസം 12-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി ഏർലി മോർണിംഗ് അവിടെ എത്തി. അവിടെ ഞാനില്ല അന്ന് ശരിക്കും അതുകൊണ്ടാണല്ലോ അന്ന് കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു നമുക്ക്. പ്രളയം വന്നു കഴിഞ്ഞു. നമ്മള് മോർണിംഗില് കാൻഡിൽ ലൈറ്റ് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മള്. അപ്പൊ അങ്ങനത്തെ ഒരു സമയം ഇതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം അതിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ട്രാൻസ്ഫോമറുകളും പോയി. ഈ പെയ്യണ ഓരോ മഴയും നമ്മളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മള് ന്യൂസ് കണ്ടിട്ടാണ് എണീക്കുന്നത് എവിടെയൊക്കെ വെള്ളം. നമ്മൾ ഇടവണ്ണ ലിൻഷ എന്ന് പറയുന്ന ലിൻഷ ബഷീർക്ക മൂപ്പരടുത്തുനിന്നാണ് നമ്മൾ ഇത് എടുത്തിരുന്നത്. റഷീദ് ഖാൻ മൂപ്പരടുത്തുനിന്നായിരുന്നു നമ്മള് നമ്മുടെ ജനറേറ്റർ എടുത്തിരുന്നത്. ജനറേറ്റർ എടുത്തു, 1 മാസത്തേക്ക് വേണ്ടി എടുത്തതായിരുന്നു.
അത് ഈ ട്രാൻസ്ഫോമറുകൾ ഇല്ലാത്തത് കൊണ്ടും അവർക്കാണ് എന്താണ് ഈ നമുക്ക് ലൈൻ കിട്ടാത്തത് കൊണ്ടും KSEBിയെ സംബന്ധിച്ചിടത്തോളം പ്രളയം വന്ന് ഒഴുകിപ്പോയ സ്ഥലത്തെ ട്രാൻസ്ഫോമറുകൾക്കാണല്ലോ മുൻഗണന കൊടുക്കുന്നത്. അവർ അതിന് പ്രയോറിറ്റി കൊടുത്ത് വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരു മാസത്തേക്ക് എടുത്ത ട്രാൻസ്ഫോമർ നമ്മുടെ ജനറേറ്റർ ഒരു വർഷം വരെ നമ്മൾ അതെ എനിക്കറിയാം. കാരണം പലപ്പോഴും ഓഫീസിൽ ഫസ്റ്റ് ടൈം എത്തുമ്പോ ഞാൻ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഡയറക്ടർ ബോർഡിലുള്ള രണ്ടുപേരായിരുന്നു. മെയിൻ ഡ്യൂട്ടി ജനറേറ്ററിന് എണ്ണ അടിക്കുക, എണ്ണ ഒഴിക്കുക, ഡീസൽ വാങ്ങുക. അപ്പൊ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ലീഡേഴ്സിനെ കിട്ടിയ ഒരു ടൈമാണ്. അതിൽ ഇപ്പൊ ഒരുപാട് ലീഡേഴ്സ് അതെ, സ്ട്രഗിൾസിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ലീഡർഷിപ്പ് ഉണ്ട്. ഏറ്റവും കംഫർട്ട് സോൺ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ കൂടെ നിൽക്കുന്നവര് അവർ എക്സാക്ട്ലി എന്തുകൊണ്ട് കൂടെ നിൽക്കുന്നത് നല്ല അവസ്ഥ ആയതുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമുക്കിപ്പോ ഉണ്ടാവുള്ളൂ എന്നുള്ള തിയറി ഉണ്ടല്ലോ, അത് ഏറ്റവും അധികം ഇതാണ്. കാര്യം ഒരാള് നമ്മുടെ നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, നാളെ ഇത് ഭയങ്കര സക്സസ് ആവും, ഭയങ്കര സംഭവം എന്നല്ല, ഒരു വലിയ പ്രതീക്ഷ. ഇതൊരു കോൺസെപ്റ്റ് ആണ്. നടന്നാലൊരു ഇമ്പാക്ട് ഉണ്ടാവും. ഇതിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിന്റെ അകത്ത്. അതിനപ്പുറത്തേക്ക് ക്യാഷോ സംവിധാനങ്ങളൊന്നുമില്ല. കാര്യം ഡെയിലി സ്ട്രഗിൾ ആണ്. ഓരോ ദിവസവും കഴിഞ്ഞു പോണതിന്റെ കാര്യം നമുക്കറിയാം. ഇതിപ്പോ വണ്ടി എങ്ങനെ എണ്ണ അടിക്കും, ഇതിപ്പോ ജനറേറ്റർ ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന്റെ എണ്ണ അടിക്കാനുള്ള ക്യാഷ്, ഇങ്ങനെ സംഭവം കുറെ ആളുകൾ പറ്റിയരാനുള്ളത് കൊണ്ട് അന്നോടുന്നുള്ള കാര്യങ്ങൾ നടന്നു പോകും. മാസാവസാനമാണ് ഇതിന്റെ ബില്ലിന്റെ പ്രഷർ വരുന്നത്. അപ്പം ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രഗിൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ട്രഗിൾ ഒരു തലവേദന പോലെ എടുത്തു വെച്ച് ചെയ്യാന്നുള്ളതല്ല. സ്റ്റിൽ നമ്മൾ എന്താണ് ഗ്രോത്തിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇതൊരു ഹാബിറ്റ് ആയി. നമ്മുടെ ഈ ക്രൈസിസ് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയതുകൊണ്ടാണ് പുതിയ പ്രശ്നം. ഇപ്പൊ ഓക്കെ ഇവിടെ കൊണ്ടെങ്കിൽ ഇരുന്നാൽ ഇവിടെ സ്മൂത്ത് ആയിട്ട് പോവാം. തമിഴ്നാട് ഡെവലപ്പ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ തമിഴ്നാട് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തമിഴ്നാട് ഡെവലപ്പ് ചെയ്യണം, അടുത്ത കർണാടക ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എന്നും ഇത് പ്രശ്നം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഓണ്ടർപ്രണേഴ്സിനും അഡ്വൈസ് ചോദിക്കുന്നിടത്തൊക്കെ ഞാൻ പറയണം, നമ്മുടെ ജേണി തന്നെയാണ് അഡ്വൈസ്. ഓരോ സമയത്ത് നമ്മൾ എടുത്ത റിസ്ക്, നമ്മൾ അത് സ്ട്രഗിൾ ചെയ്ത രീതി, നമ്മളത് ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു പ്രശ്നമില്ല. അന്നും ഇന്നും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, ചിരിച്ചുകൊണ്ട് അതിന്റെ പ്രശ്നം ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ നമ്മൾ ഈ മിഷൻ ഒരിക്കലും നടക്കൂല എന്നും പറഞ്ഞ ആരോപണം ഉന്നയിക്കാൻ നിൽക്കുന്ന ആളുകൾ, കൂടെ നിൽക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം അത് നടക്കൂല. ഒരു ഇൻവെസ്റ്റർ ഇങ്ങനെ കൺവിൻസ്ഡ് ആയി നമ്മുടെ മിഷൻ, അവർ നല്ല പയ്യന്മാര് കേട്ടോ, നല്ല പിള്ളേര്, അവർ അടിപൊളിയായിട്ട് ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതിലൊക്കെ ഇവിടെ ബ്രിട്ടൻകാർ ചെയ്തിട്ട് നടക്കാത്തതാണ് സിലിക്കൻ വാലി. അതാണ് നിയമമാര് അതായത് ഇപ്പോഴത്തെ സിലിക്കൻ വാലി വെച്ചിട്ടാണ്. അതെ ഇവര് പറയുന്നത് 1940 കാര്യമാണ് നമ്മൾ പറയണം. അവിടെ തൊട്ട് തുടങ്ങാൻ ഒരു ക്ലാസ് റൂമിൽ തുടങ്ങിയത് പറയുമ്പോ ഇന്ത്യക്കാൾ വലിയ GDP ഉള്ള അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണ് കാലിഫോർണിയയിലെ ഒരു സ്റ്റേറ്റിനകത്തൊരു യൂണിവേഴ്സിറ്റിയുടെ അസറ്റ് ആയിട്ടാണ് സിലിക്കൻ വാലി കിടക്കുന്നത്. അപ്പൊ ഇന്നത്തെ സിലിക്കൻ വാലി വെച്ചിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്ത് നടക്കണ കാര്യം. നടക്കൂല, നമ്മള് എപ്പോഴും പറഞ്ഞ കാര്യം നടക്കൂല എന്ന് പറയാൻ PhD എടുക്കേണ്ട ആവശ്യമില്ല. 1980 മരുഭൂമി UAE, അത് നമ്മൾ ദുബായ് ഒക്കെ കാണുമ്പോൾ ഓക്കെ അത് അങ്ങനെ നടക്കുന്നത്. ഇന്നത്തെ ദുബായ് ആയതുണ്ട്. അപ്പൊ നമ്മൾ ആ 1980 മുതലുള്ള പ്രോസസ്സ് കണ്ടിട്ട് ഓക്കെ നമ്മൾക്ക് ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഈ പ്രോസസ്സിന്റെ ഔട്ട്കം ആണ് റിസൾട്ട്. അല്ലാണ്ട് ആ റിസൾട്ട് ഡയറക്റ്റ് ആർക്കും കോപ്പി പേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളും അതേ പ്രോസസ്സിലൂടെ പോകണം. നമ്മുടെ കുട്ടികൾ ഈ മാറ്റം വരണമെങ്കിൽ, ഇപ്പം മാർക്ക് സുക്കർബർഗ് 8-ാം വയസ്സിൽ പഠിച്ചു, 19-ാം വയസ്സിൽ ഫേസ്ബുക്ക് തുടങ്ങി എന്ന് പറഞ്ഞാൽ 11 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കുട്ടികൾ 8-ാം വയസ്സിൽ എന്താ പഠിപ്പിച്ച്, നമ്മൾ 10-ാം വയസ്സിൽ എന്താ പഠിപ്പിച്ചു, ലസാഗ് ഉസാഗയും പഴശ്ശിരാജ ഡേറ്റ് ഓഫ് ബർത്തും ടിപ്പു സുൽത്താൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പഠിപ്പിച്ചിട്ട് അവരിവിടെ ഒന്ന് മാജിക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വല്ലതും നടക്കും. അപ്പൊ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ലെവലിലേക്ക് മാറണം, ചിന്തിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മാനേജ്മെന്റ് അടുത്ത് സംസാരിക്കും, മാനേജ്മെന്റിന് പുതിയ സാധനങ്ങൾ ക്യാമ്പസിൽ വരണമെന്നുണ്ട്. മാനേജ്മെന്റ് പറയണത് നിങ്ങൾ അധ്യാപകരായിട്ട് ഒന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ അധ്യാപകർക്ക് ചിലർക്ക് ഇത് പറയുമ്പോൾ ഹർട്ടാവും. അപ്പൊ ഞാനൊരു ഇപ്പൊ അധ്യാപകർക്കിടയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം. അതായത് പുതിയൊരാള് വന്ന് പലപ്പോഴും ഈ മുമ്പൊക്കെ ICT ട്രെയിനിങ്ങുകൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാൻ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാള് അധ്യാപകരുടെ കൂട്ടത്തിൽ നല്ല വരുന്നത്. അതൊരു പുറത്തുനിന്ന് ഒരാൾ വരുന്നു. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അങ്ങനെ പറയണത് നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിന്റെ അത്ര പ്രായം പോലും ഈ വന്ന ആൾക്കുണ്ടാവില്ല. പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകും, ഫുൾ റിസൾട്ട് വരില്ല. പക്ഷെ മറ്റത് ആവശ്യമായി വന്നു. കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമാണ്. കാരണം ഇനി ഇത് ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അധ്യാപകരെക്കാൾ നല്ല രീതിയിൽ ടെക്നിക്കൽ സ്കില്ലുള്ള കുട്ടികൾ ആ ക്ലാസ്സിനകത്ത് ഇരിപ്പുണ്ട് എന്നും അത് ഉപയോഗിക്കേണ്ടതും പഠിക്കേണ്ടതും എന്റെ ആവശ്യമാണെന്ന് അധ്യാപകർ മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു വ്യത്യാസം വന്നത്. നമ്മൾ അധ്യാപകരുടെ അടുത്ത് ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നേരിട്ടുള്ള ഒരു സാധനം അതാണ്. മാനേജ്മെന്റിന്റെ അടുത്തുനിന്ന് നല്ല റെസ്പോൺസ് കിട്ടും. അധ്യാപകരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോ
അത് നമ്മൾ പഠിപ്പിച്ചിട്ട് എന്താണ് റെഡി ആവാത്തത് കൊണ്ടാണ് പുറത്ത് നാളെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയല്ല, അത് കൊളാബറേറ്റ് ചെയ്ത് പോയാലേ റെഡി ആവുള്ളൂ. ആദ്യഘട്ടത്തിൽ അതൊരു ഭയങ്കര വിഷയമാണ്. കാരണം ഇതൊരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ളൊരു പ്രൊജക്ട് എന്ന് പറയുന്ന സംഭവം എന്താണ് മൊത്തത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് പറയുമ്പോഴാണ് ഓക്കെ ഇത് കമ്പനി ഇതിനാണ് ക്യാമ്പസിൽ വരുന്നത് വരുന്നത്. എന്നുള്ള ഇൻഡസ്ട്രി സാധനം. അക്കാഡമിക് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രികൾ ക്യാമ്പസിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അക്കാഡമിക് ഒക്കെ നിങ്ങൾ അക്കാഡമിക് പഠിപ്പിച്ചോ, ഇത് ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രി അപ്പൊ ഇൻഡസ്ട്രി പറയുമ്പോഴും അവർ ചോദിക്കുന്ന സമയം സിലബസ് എവിടെ, സിലബസ് കൊണ്ടുപോവാ ഡേ ബൈ ഡേ അത് അക്കാഡമിക് ആണ്. അങ്ങനെ സിലബസ് വെച്ച് പഠിപ്പിക്കുന്നത് അക്കാഡമിക് ആണ്. ഇത് അക്കാഡമിക് അല്ല, ഇത് ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഇൻഡസ്ട്രിയുടെ കൂടെ അതിൽ ഫസ്റ്റ് മോഡൽ നമുക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത് ഇടവണ്ണയായിരുന്നു. ഇടവണ്ണ. നമ്മുടെ അവിടുത്തെ എന്താണ് BCA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതെ അതെ. ആ രീതിയിൽ ചെയ്യാൻ പറ്റി. അന്ന് BCA റെവല്യൂഷൻ ആയിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ BCA കഴിയുന്ന കുട്ടികളൊക്കെ പല പല ജോബിലേക്ക് പോകുന്നു, കൊറിയർ കമ്പനിയിലും അതിലും ഇതിലൊക്കെ പോകുന്ന സംഭവം. ആദ്യമായിട്ട് അവിടുത്തെ BCA അന്നും ഫസ്റ്റ് ട്രയൽ ചെയ്യുന്ന സമയത്ത് ക്യാമ്പസിന് ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഓക്കെ കോളേജ് ടൈം തരണ്ട. പിന്നെ 4:30 ടൈമിന് തൊട്ട് 4:30 കുട്ടികൾ വരുന്നു, രാത്രി 10 മണി വരെ അവർ 10 മണിക്കും 12 മണിക്കും ഇരുന്ന് ചെയ്ത് ആളുകൾ അവർ എന്നിട്ട് 15 പേരും എന്തായി പ്ലേസ്, 10 പേരും ഫുൾ ആയിട്ട് IT പ്ലേസ്ഡ് ആയി, സ്വന്തമായിട്ട് ടെക്നോളജി കമ്പനി സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് എങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള സംഭവം ആ മനസ്സിലായി. ബാച്ചിലുള്ള ആളുകൾ പ്ലേസ്ഡ് ആയപ്പോൾ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ഒരു പ്രപ്പോസൽ ആയിട്ട് ഇരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഈ BCA ഡിപ്പാർട്ട്മെന്റിൽ ഉച്ചവരെ ക്യാമ്പസിനകത്തും ഉച്ചയ്ക്ക് ശേഷം ടെക്കീസ് പാർക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അന്ന് ചെയ്തത്. ഇൻഡസ്ട്രി ശരിക്കും അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ അത് മറ്റ് കോളേജുകൾ മോഡലാക്കി വന്നു. അപ്പം കുട്ടികൾ സത്യത്തിൽ ഹൈലി കപ്പാസിറ്റി ഉള്ളവരാണ്. നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലസാ ഗുസായൊക്കെ തന്നെയാണെങ്കിൽ അപ്പൊ നമ്മൾ പല ആളുകളടുത്തും പറഞ്ഞു ഈ ലസാ ഗുസായൊക്കെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. ആവശ്യമുള്ളവർക്കാണ് അതിന്റെ ആവശ്യം, ആവശ്യമില്ലാത്തവന് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായി എന്ന് പറയുമ്പോൾ ആർക്കാണ് ഒരു സംഭവം ആവശ്യം? നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തു, എന്നിട്ട് ഇപ്പൊ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ആദ്യം കുട്ടിയേക്ക്, എന്നിട്ട് അതിലേക്കുള്ള ജേർണി അവിടെയാണ് സീരിയസ് ആയിട്ട് പഠിപ്പിക്കേണ്ടത്. എല്ലാം കൊടുത്തോ, പക്ഷെ ആവശ്യമുള്ള സാധനം ഒന്നും കിട്ടാതെ കുറെ ആവശ്യമില്ലാത്ത സാധനം കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം. അപ്പൊ ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതിന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് വേണ്ട സംവിധാനം. ഇപ്പൊ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നവന് അതാണ് അവന് വേണ്ടത്. അവൻ ലോകത്തിന്റെ ഏറ്റവും വലിയ ഡിസൈനർ ആകണം, ഒരാൾക്ക് ലോകത്തിന്റെ ഏറ്റവും വലിയ ഓണ്ടർപ്രണർ ആകണം, ലോകത്തിന്റെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ ആകണം. എന്താണ് ഒരാളുടെ ആവശ്യം, അതിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സ്കൂൾ കോളേജിൽ വേണം. ഇതൊന്നും ഇല്ലാതെ 22-23 വയസ്സ് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടത് പോകുന്ന ഇത് എങ്ങോട്ട് പോവാൻ, എങ്ങോട്ട് പോകാന്നൊരു ചോദ്യം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പറയില്ല, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് വർഷത്തിൽ നേരത്തെ B.Ed കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് വരുന്ന ടീച്ചേഴ്സാണ് നമ്മൾ ആ ഒരു വർഷത്തിൽ കാണുന്നൊരു എന്താണ് ഒരു യൂണിഫോം ഇട്ട് വരുന്നൊരു ടീച്ചർമാരെ കാണുന്നത്. നമ്മുടെ ഒരു ഹൈസ്കൂൾ ഓർമ്മിച്ചെടുത്താൽ നമുക്കത് മനസ്സിലാവും. അവരാണ് നമ്മളെ ചാർട്ട് കൊണ്ട് പഠിപ്പിക്കാൻ വന്നിരുന്നത്. അധ്യാപകർ ചാർട്ട് കൊണ്ടുവരുന്നു, വർക്ക് മോഡല്, അതിൽ സ്റ്റിൽ മോഡല്, വർക്ക് മോഡലും കൊണ്ടുവരുന്നത്. കാരണം അത് നമ്മുടെ സിലബസിന്റെ പാർട്ട് ആയതുകൊണ്ടാണ് B.Ed ചെയ്യണ സമയത്ത് നമ്മളും അത് എന്ത് ചെയ്യണത് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഫിലോസഫിയെ പറ്റി നമ്മൾ പഠിക്കുന്നു. അപ്പൊ അവിടെ അന്ന് എന്താണ് പഠിച്ചിട്ടുള്ളൊരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി. നമ്മളിപ്പോ ഇന്നിപ്പോ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യം ഫിൻലൻഡും സിംഗപ്പൂരും എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ത്യനെ അത് എവിടെയും അടുത്തൊന്നും കാണുന്നില്ല. അതിനുള്ള കാരണം അവർ എന്താണ് അഡോപ്റ്റ് ചെയ്ത ഫിലോസഫി ഈ പറയുന്ന ആളുടേതായിരുന്നു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്ന ആ തിയറിയാണ് അവർ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ എഴുത്തും വായനയും ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണോ അവരുടെ സ്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യണത്, പഠിച്ചു പോണത്. അപ്പൊ നമുക്കിവിടെ എക്സാം ആണ്, നമുക്കിവിടത്തെ എക്സാം അനുസരിച്ച് ഇപ്പൊ തന്നെ സിലബസ് എന്താണ് നമുക്ക് ആ ചെറിയ പ്രായത്തിലൊരു ടേണിംഗ് പോയിന്റ് ഇല്ല. 10 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ് ഒരു പറയില്ലേ ഈ പ്രാക്ടിക്കൽ സെൻസ് കുറവായി എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഒരു കൂട്ടത്തിൽ ഒരു 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും ഡ്രൈവിംഗ് അറിയാം, പക്ഷെ എത്ര പേർക്ക് ടയർ മാറ്റിയിടാൻ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രാക്ടിക്കൽ സെൻസ് ആണല്ലോ. പല തന്നെ വീട്ടിലെ ടാപ്പ് ചെറുതായിട്ടൊന്ന് കേടായി, അത് വീട്ടിലെ കുട്ടി ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, ചെയ്യില്ല. അവിടെ എന്ന് വെച്ചാൽ പുറത്ത് ഇതൊരു സിലബസിന്റെ പാർട്ടാണ്. വീട്ടിനകത്തൊരു ടൂൾ ബോക്സ് ഉണ്ടായിരിക്കണം. ആ ടൂൾ ബോക്സ് വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ പ്ലംബിംഗ്, വയറിംഗ്, ചില്ലറ വർക്കുകളൊക്കെ അതൊക്കെ സിലബസിന്റെ പാർട്ടായിട്ട് ലൈഫ് സയൻസിലാണ് ഇതൊക്കെ എന്ത് ചെയ്യണത്, ഉൾപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആകെ നമ്മൾ കണ്ടിട്ടുള്ള ഈ വർക്ക് മോഡലും സ്റ്റിൽ മോഡലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഈ അധ്യാപകരാണ്. അതും നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെന്ത് ചെയ്തത്, അന്ന് ചെയ്തത്. കാരണം ഇൻസ്പെക്ഷന് B.Ed നമ്മുടെ കൺസേൺ ടീച്ചേഴ്സ് വരും. അവർ നോക്കുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ, അത് ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് എഡ്യൂക്കേഷൻ ഫിലോസഫിയിലുണ്ട്. അതാണോ ഇവർ ചെയ്യുന്നത് നോക്കാൻ ആ ഒരു മാസം വാച്ച് ചെയ്യാൻ ആളുകൾ വരും. പക്ഷെ അത് കഴിഞ്ഞ് മാർക്ക് കിട്ടിയാൽ നമ്മളും അത് മടക്കുന്നു. പിന്നെ വീണ്ടും എന്താണോ ഇവിടെ നടക്കുന്നത് അതുപോലെ. അധ്യാപന രീതി. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, ആദ്യം വരുന്നു 48 മുതൽ കുറെ
എന്താന്ന് വെച്ചാൽ നമ്മൾ പറയല്ലേ മെക്കാളെ മിനിറ്റ്സ് ആണ് ഇന്നും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണല്ലോ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങി വെച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1948 മുതൽ ഓരോ എഡ്യൂക്കേഷൻ കമ്മീഷനുകൾ വന്നു. പിന്നെ നമ്മൾ കുറെ കമ്മീഷൻസ് ഉണ്ട്. മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കമ്മീഷൻസ് വരുമ്പോഴും അവരുടെയൊക്കെ പ്രയോറിറ്റി ഇതാണ്, റൂറൽ ഏരിയകളിൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, ഇത് വരണം. പക്ഷെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഈ സംഭവം ഇപ്പൊ ലാസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വന്നു. ഇപ്പോഴും എന്താണ് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആണ് ഇപ്പോഴും. ക്ലർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ. അതാണ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ നിന്നുകൊണ്ടാണ് നമ്മൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നത്. അപ്പൊ IT കമ്പനിയിലെ ക്ലർക്കേ ആവുള്ളൂ. ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബിടെക് സിവിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് എന്താണ്, കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ക്ലർക്കേ ആവുള്ളൂ. നമ്മൾ MBA പഠിപ്പിക്കുന്നതും ആ ക്ലറിക്കൽ ബേസിൽ നിന്നാണ്. അതിനെ ഒരു പ്രാക്ടിക്കൽ ടച്ചിലേക്ക്. സത്യത്തിൽ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ മാത്രമായിരിക്കണം. സ്പൂൺ ഫീഡിങ് ആവരുത്. സ്പൂൺ ഫീഡിങ് ആയി നമ്മുടെ ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട്സ് ഒക്കെ പോകും. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു ഔട്ട്ലൈൻ വേണം. ഓക്കെ, ഇന്നതാണ് പോകേണ്ടത് കേട്ടോ എന്നൊരു ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഔട്ട്ലൈനിൽ നമുക്ക് പോകാൻ പറ്റും. ഇത് ഡീറ്റെയിലിംഗ് ആണ്. ഈ ഡീറ്റെയിലിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അതിന്റെ കോറായിട്ട് കിട്ടില്ല. അത് നമ്മൾ പഠിക്കുന്ന തിയറിയിലല്ല അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെയാണല്ലേ വർക്ക് ചെയ്യണത് എന്നിട്ട് അത് ഞാൻ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ളത് MTech ചെയ്ത ടൈമിലാണ്. ആ ഒരു ടൈമിൽ അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് MTech ചെയ്യുന്നത്. അപ്പം ആ ഡെവലപ്മെന്റിലുള്ള ഞാൻ സോഫ്റ്റ്വെയർ സിസ്റ്റം ആയിരുന്നു MTech ചെയ്തിരുന്നത്. ആ ടൈമിലാണ് അത് റിയലൈസ് ചെയ്യുന്നത്. ഈ പഠിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഡെവലപ്പർ ആയിരുന്നാൽ മാത്രമേ മനസ്സിലാവും. അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇതും കൂടെ പാരലി കൊണ്ടുപോയാൽ മാത്രമേ അത് എന്താണ് പഠിപ്പിക്കുന്ന കോർ കിട്ടും. സിലബസ് ഒരു ഗൈഡാണ്. ആ ഗൈഡ് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. പക്ഷെ പഠിച്ചിട്ടാണ് തിരിച്ചു വന്നെങ്കിൽ അവിടെ അതുകൊണ്ട് ആ തിയറി പഠിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. പ്രാക്ടിക്കൽ സെൻസ് ഉണ്ട് അവിടെ ഇഷ്യൂ ഈ എന്താണ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര വലിയ ഡെവലപ്പർ ആയിരുന്നാലും പക്ഷെ നമ്മൾ അവിടെ പ്രാക്ടിക്കൽ സെൻസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കണക്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഓർമ്മയിൽ മറ്റേ നമ്മൾ ഓഫ് കോഴ്സ് കാണാതെ പഠിച്ചു തന്നെയാണ് എഴുതുന്നത്. പറയല്ലേ ഇപ്പൊ നമ്മുടെ എല്ലാ ടാൽഡോപ്പിന്റെ ഏത് പ്രസന്റേഷനിലും നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, ഏത് ഇതിലാണോ വീക്ക് അതിലല്ല എടുക്കേണ്ടത്. ഏറ്റവും കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണല്ലോ, ഒരു കുട്ടി മാത്തമെറ്റിക്സിൽ വീക്കാണ്, അവിടെ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുകയാണ്. അതങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്തമെറ്റിക്സിൽ വീക്കാണെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി എന്താണ് ആ കുട്ടിയുടെ ഏരിയ അതല്ല. ആ ഏരിയ അല്ലാത്ത സാധനത്തിൽ പിന്നെ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശമാണല്ലോ, ഏത് സബ്ജക്റ്റിലാണോ വീക്ക് നിങ്ങൾ അത് കുറച്ചുകൂടി ടൈം എടുത്ത് പഠിക്കും. നമ്മൾ ഈ പറയണ സാധനം കഴിഞ്ഞ ദിവസം വേറൊരാൾ പറയണ ഞാൻ കേട്ടു. അപ്പൊ ഒരു സന്തോഷമായി. ഒരു സ്ഥാപനത്തിന്റെ അക്കാഡമിക് ഡയറക്ടറാണ് അത് പറഞ്ഞത്. പേരൻസിനോട് ചോദിച്ചിരുന്നു, നമ്മൾ എന്താണ് കുട്ടിക്ക് മാത്സിന് വീക്ക് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ മാത്സിന് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ആ കുട്ടി എന്താണ് ക്രാഫ്റ്റിംഗിൽ അഗ്രസീവായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അതാണ് അവരുടെ സ്കില്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ ടൈം കൊടുത്താൽ കുട്ടി മറ്റത് ഓട്ടോമാറ്റിക്കലി പഠിക്കും എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പറയുന്നത് വേറെ ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ അതൊരു സ്ഥാപനത്തിന്റെ അക്കാഡമിക് ഡയറക്ടറാണ്. അപ്പൊ അത് വലിയ സന്തോഷം ഉണ്ടാക്കി. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഒരു സിസ്റ്റം പതിയെ മാറും. പക്ഷെ റിസൾട്ട്സ് കാണണം. ആളുകൾക്ക് റിസൾട്ട് കണ്ടാലേ വിശ്വസിക്കത്തില്ല. അത് മഹാദേവ് ഉണ്ടാക്കുന്ന ഡിയോസ് ആദ്യം അത് കേരളം മൊത്തം എത്തി, പിന്നെ അത് ഇന്ത്യ മുഴുവൻ എത്തി, വേൾഡിലെത്തി. അതൊരു മഹാദേവ് സുക്കർബർഗിന് അൾട്ടർനേറ്റും ഡിയോസ് ഫേസ്ബുക്കിന് അൾട്ടർനേറ്റും ആയി കണ്ടു കഴിഞ്ഞാൽ അത് ഇൻസ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ തലമുറ വരും. അല്ലെങ്കിൽ അവർ ചോദിക്കും അതങ്ങ് അമേരിക്കയിലല്ലേ, മാർക്ക് സുക്കർബർഗ് അവിടെയല്ലേ, ഇവിടെ എന്തുണ്ട് എന്നുള്ള ഒരു കമ്പാരിസൺ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ റിലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ പോത്തങ്കോട് LVHSനകത്തുള്ള നമ്മുടെ LVHS നമ്മുടെ അടുത്തൊരു സ്ഥലമാണല്ലോ. LVHS നമ്മുടെ ഒരു R&Dയുടെ ഒരു ഏരിയയാണ്. ആ സ്കൂളിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുമല്ലോ. നമ്മുടെ ടെക്കീസ് പാർക്കും ഇൻവെന്റർ പാർക്കും ഒക്കെ അതിനകത്തുണ്ട്. ആ ഇൻവെന്റർ പാർക്കിനകത്ത് കയറുമ്പോഴാണ് നമ്മളൊക്കെ എന്താണ്, ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു കെമിസ്ട്രി. കാരണം അതിന്റെ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തല പെരുക്കുമായിരുന്നു ആ സമയത്ത്. കാരണം ഏതോ ഒരു സമയത്ത് അതിന്റെ കണക്ഷൻ പോയതുകൊണ്ടാണ്. എന്നാൽ ഫിസിക്സ് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു സാധനമൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഇതാകുന്ന സാധനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ ഈ സോൾഡറിങ് മെഷീൻ പണ്ട് നമ്മൾ കാണുന്നത് അതൊക്കെ ഭയങ്കര കൗതുകരമായൊരു സാധനമാണല്ലോ. ഇതങ്ങനെയല്ല. ഇന്നിപ്പോ ആ ക്യാമ്പസിനകത്ത് ഇൻവെന്റർ പാർക്ക് വരുന്നതോട് കൂടിയിട്ട് സയൻസിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ ആ സയൻസ് എന്താണ്, അത് എക്സ്പീരിയൻസ് എയർലി എക്സ്പെർട്ടോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പൊ നമ്മുടെ എന്താണ് അഗ്രോ ചെറിയ എന്താണ് അതിന്റെ ഒരു R&D നമ്മളവിടെ ചെയ്തതും ഒക്കെ കുട്ടികൾക്ക് റിയൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അഗ്രികൾച്ചർ അവർ പ്രാക്ടീസ് ചെയ്യണം. സത്യത്തില് നമ്മളിന്ന് ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പൊസിഷനാണ് ഫാർമർ.
അതെ പക്ഷെ ആ ഫാർമറിലേക്ക് ചെയ്യുന്നത്, നമുക്ക് ഫാർമർ എന്ന് പറയുമ്പോ എന്താ വരുന്നത്, ഒരാള് വയലിൽ നിൽക്കുന്ന, ഓക്കെ, ഒരു ചെറിയ തോർത്ത് മാത്രം കൊടുത്ത് ഉടുപ്പിടാത്ത ഒരു തലയിലൊരു ഞാൻ കെട്ടൊക്കെ പറഞ്ഞില്ലേ, ഒരു സാധനത്തിലും ഇന്നോവേഷൻ എന്നുള്ളൊരു സാധനം വരാത്തോണ്ടാണ് ഇപ്പൊ അതെ, ഏറ്റവും കൂടുതൽ കൃഷി സ്ഥലമുള്ള രാജ്യമാണ് നമ്മള്. അതെ, പക്ഷെ എത്രത്തോളം കയറ്റുമതി ചെയ്യുന്നു നമുക്ക് തന്നെ ഇനഫ് അല്ല. അതെ, നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പൊ അത് ഇപ്പൊ ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യം ഏറ്റവും വലിയ എന്താണ് ഈ കയറ്റുമതി ചെയ്യുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സും പച്ചക്കറിയും അവർ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രാജ്യം, 70% മേലിൽ ഇപ്പോഴും അവിടെ മരുഭൂമിയാണ്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് അവർ അതും കൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെ. ആ ഒരു ഇന്നോവേഷൻ ആണല്ലോ നമ്മൾ നമുക്ക് കൊണ്ടുവരുന്നത്. ടെക്നോളജി പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതിൽ നമ്മൾ എന്താണ് റിയൽ ഒരു പ്രോബ്ലം ഇന്നതാണ്, ഓക്കെ, അത് സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകാൻ കഴിയും. അതിനൊരു തലമുറ വളരെ ചെറുതിലേ പ്രിപ്പയർ ആകും. ഈ വേൾഡ് 193 രാജ്യങ്ങൾ എന്താണെന്നും ഇവിടത്തേക്ക് എക്കോണമി എന്താണെന്നും അവർ നേരിടുന്ന വെല്ലുവിളി എന്താണെന്നും അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്നും അവിടെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ കുട്ടികൾ അറിയണം. ഒരു 46 ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻ, സുഡാൻ, നൈജീരിയൊക്കെ എന്താണ്, ഡെവലപ്ഡ് നേഷൻസ് ഈ പറയുന്ന USA-യും UAE ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ പോലെ നിൽക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് 103 രാജ്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അവർ മനസ്സിലാക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ, എങ്കിൽ എനിക്ക് ഇന്നേ ചെയ്യാം. അപ്പൊ കേരളം എന്ത് ചെയ്യാം, കേരളത്തിന്റെ ഭൂപ്രകൃതി ഇങ്ങനെയാണ് കേട്ടോ. കേരളത്തിൽ നിങ്ങൾ പറയുന്നത് 500 ഏക്കറിലൊന്നും വലിയ ഫാക്ടറി ഒന്നും ചെയ്യത്തില്ല. ഇവിടെ ഒരു 35% ലാൻഡ് ഉപയോഗിക്കത്തുള്ളൂ. കാര്യം നമ്മുടെ വനങ്ങളും നദികളും മലകളും തീരദേശ പ്രദേശം കഴിഞ്ഞാൽ ലാൻഡ് ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറി തമിഴ്നാട് ചെയ്യാം. കാര്യം കേരളം രാജ്യമല്ല, കേരളം സംസ്ഥാനമാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നമുക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കാം, ടെക്നോളജിയുടെ ഓണർഷിപ്പിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കാം. കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തോ, പ്രൊഡക്ഷൻ സെന്റർ തമിഴ്നാട് ചെയ്തു, ആന്ധ്രാപ്രദേശ് ചെയ്തോ, നിങ്ങൾക്ക് എവിടെയാണോ ചെയ്യാം. ഇന്ത്യ അത്രയും വിശാലമായിട്ട് കിടക്കരുത്. വേൾഡ് മാർക്കറ്റിലേക്ക് പറ്റും, വേൾഡ് മാർക്കറ്റിൽ നിന്ന് പൈസ വരട്ടെ, അപ്പൊ കേരളത്തിലേക്ക് മറ്റു സ്റ്റേറ്റിൽ നിന്ന് മറ്റു രാജ്യത്തു നിന്ന് ഫണ്ട് വരട്ടെ. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കിയാൽ, 1000 പേർക്ക് ജോബ് കൊടുക്കുന്ന, 10,000 പേർക്ക് ജോബ് കൊടുക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കിയാലേ കേരളത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് ഒരു 3-4 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങും പുറത്തേക്ക് പോയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇതനുസരിച്ച് 35% കുറവുണ്ട്. ഇവിടെ മെച്ചപ്പെട്ടത് കൊണ്ടല്ലല്ലോ അവര് പോവാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ അല്ല, റെഗുലേഷൻസ് വന്നു. അതെ അതെ, അവിടെ അവിടെ പല പലതരത്തിലുള്ള പ്രതിസന്ധികളും റെഗുലേഷൻസ് വന്നു. അവിടെ എന്താണ് സ്റ്റുഡൻസ് വിസയിൽ വന്ന ആളുകൾക്കുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഇങ്ങനെ വരുമ്പോ ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ബെറ്റർ എന്നുള്ളൊരു സ്ഥലം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം ഇതാണ്, ഇവിടത്തെക്കാൾ ഇപ്പൊ -35 ഡിഗ്രിയിൽ സർവൈവ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇവിടുന്ന് എന്താണ് റീൽസുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, -35ലും ആളുകൾ അവിടെ നിന്ന് വിറച്ചുകൊണ്ട് റീൽസ് ഇടുന്നു. പക്ഷെ അവര് ഹാപ്പിനെസ് അവർക്കുണ്ട്. അതെ. ഇതിനേക്കാൾ ഒരു ബെറ്റർ ലൈഫ്, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ വരുന്നില്ല. ഇവിടെ നിന്നാൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അതെ അതെ. പോണത്. ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കുള്ള ജോബ് ഇവിടെ ഇല്ല. അത് ഈ എങ്ങനെയൊക്കെ വാദിച്ചാലും മുഴുവൻ ആളുകൾക്കുള്ള ജോബ് ഇവിടെ ഇല്ല. ഇപ്പൊ ഗവൺമെന്റ് വേക്കൻസി, ഇപ്പൊ ഒരു 40,000 വേക്കൻസി വന്നാൽ എത്ര ലക്ഷം പേരാണ് ജോബ് അന്വേഷിച്ച് നിൽക്കുന്നത്, അവർക്കുള്ള ജോബ് ഇവിടെ ഇല്ല. നമ്മൾ വാണിജ്യ സ്ഥാപനങ്ങൾ നോക്കിക്കുക, ഇനി ഒരു ടൗൺ, ഏത് ടൗൺ കേരളത്തിൽ എടുത്ത് നോക്കിക്കുക, ഒരു ടെക്സ്റ്റൈൽ ഇനി താങ്ങില്ല, ഒരു റെസ്റ്റോറന്റ് ഇനി താങ്ങില്ല, ഒരു ജ്വല്ലറി ഇനി താങ്ങില്ല. കാര്യം ഓൾറെഡി സാച്ചുറേറ്റ് ആയി, മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബാലൻസ് ഒക്കെ തെറ്റി. ഇനി ഒരു റെസ്റ്റോറന്റ് വന്നാൽ ഒരു റെസ്റ്റോറന്റ് പൂട്ടും, ഒരു ടെക്സ്റ്റൈൽ വന്നാൽ ഒരു ടെക്സ്റ്റൈൽ പൂട്ടും, ഒരു ജ്വല്ലറി വന്നാൽ ഒരു ജ്വല്ലറി പൂട്ടും. കാര്യം മാർക്കറ്റ് ഓൾറെഡി ആവശ്യക്കാർക്കുള്ള എല്ലാം. ഇതിനപ്പുറം എന്ത് ബിസിനസ് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എങ്ങനെയാണ് ഈ 10,000 പേർക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് നമുക്കറിയില്ല. ഇപ്പൊ IT ജോബ് എല്ലാം കൂടെ എടുത്ത് നോക്കിയാൽ 3 ലക്ഷം ജോബേ ഉള്ളൂ മൊത്തം. ഇൻഫോ പാർക്കിന്റെയും ടെക്നോ പാർക്കിന്റെയും സൈബർ പാർക്കിന്റെയും അല്ലാതെ പ്രൈവറ്റ് കമ്പനീസിന്റെയും മൊത്തം ഒന്ന് എടുത്ത് നോക്കിക്ക്, ഇത്ര ജോബ് ഉണ്ട്. ഇത് വർഷാവർഷം കൂടുന്നതൊന്നുമല്ല, ഇത് ഇത്രേ ഉള്ളു. മനസ്സിലായില്ലേ? ഇപ്പൊ ഇൻഫോ പാർക്കിൽ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് സ്പേസ് ഇല്ല. ഞാൻ അടുത്ത 10,000 പേർക്കുള്ള ബിൽഡിംഗ് കെട്ടി കൊണ്ടുവരണമെങ്കിൽ 10,000 ജോബാണ്. അപ്പൊ 8 ലക്ഷം പേര് വർഷം ഇവിടെ ഇറങ്ങി. അപ്പൊ ഇത്രയും പേർക്കുള്ള ജോബ് ഒന്നും ഇവിടെ വാണിജ്യ സ്ഥാപനത്തിലില്ല, ഗവൺമെന്റ് ജോബിലില്ല, IT ജോബിലില്ല. അപ്പൊ എന്ത് മൈഗ്രേറ്റ് ചെയ്യും? എവിടെ മൈഗ്രേറ്റ് ചെയ്യും? എവിടെയാണോ ഉള്ള അവിടെ മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേഷൻസ് ഒക്കെ നമ്മുടെ പണ്ടൊട്ടേയുള്ള ശീലമായതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ ഡെവലപ്പായി നിൽക്കുന്നത്. അന്ന് നമ്മുടെ അപ്പാപ്പന്മാർ എന്ത് ചെയ്തു, കള്ളവണ്ടി കയറി പോയി സിംഗപ്പൂരിലും മലേഷ്യയിലേക്കൊക്കെ. അന്ന് അവിടുത്തെ കോറികളിലും ഫാക്ടറിയിലൊക്കെ പോയി പണിയെടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു, ക്യാഷ് നാട്ടിലേക്ക് അയച്ചു തന്നു. അവർ അങ്ങനെയല്ലോ, മലയാളികൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഊറ്റുരുക്കി നമ്മുടെ നാട്ടിലേക്ക് അയക്കും, അവിടെ പട്ടിണി ഇടുന്ന ക്യാഷ് നാട്ടിലേക്ക് അയക്കും. അങ്ങനെ നാട്ടിലേക്ക് അയച്ചു. പിന്നെ അവിടെ കോറിയിൽ ഒരു 100 വേക്കൻസി വന്നു. അപ്പൊ സാറേ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. 100 വിസ ഇവിടെ വന്നു. നമ്മുടെ ആളുകളൊക്കെ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് പലായനം ചെയ്തു. എന്താണ്, പാസ്പോർട്ടൊക്കെ എടുത്ത് പോയി. അവിടെ പോയിട്ട് ആദ്യമായിട്ട് 25,000 50,000 രൂപ നാട്ടിലേക്ക് അയച്ചായിട്ടാണല്ലോ ഈ നാട് ഡെവലപ്പ് ആയത്. അപ്പോഴാണല്ലോ ഭക്ഷണം കഴിക്കാൻ തോന്നിയത്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് റെസ്റ്റോറൻറ്റ്സ് വേണം. റെസ്റ്റോറൻറ്റ്സിന്റെ മോഡൽ എവിടെ നിന്ന്, ആ നാട്ടിലെ മോഡൽ അവരിവിടെ കൊണ്ടുവച്ചു. റെസ്റ്റോറൻറ്റ്സ് വന്നു, സ്റ്റേ വേണം, ഹോട്ടൽസ് വന്നു, ട്രീറ്റ്മെന്റ് വേണം, ഹോസ്പിറ്റൽസ് വന്നു, പഠിക്കാൻ സ്കൂൾസ് കോളേജസ്. സ്കൂളും കോളേജും വരുമ്പോഴല്ലേ TTC DLED BEd ഒക്കെ വന്ന്, ഹോസ്പിറ്റൽ വന്നപ്പോഴല്ലേ നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ഒക്കെ വന്ന്, കൺസ്ട്രക്ഷൻ വന്നപ്പോഴല്ലേ സിവിലും BRK ഒക്കെ വന്ന്. ഇങ്ങനെയാണ് ഈ നാട് ഡെവലപ്പ് ആയത്. അപ്പൊ അവിടെ ഇനി പ്രവാസികള് ഇങ്ങടേക്ക് ക്യാഷ് അയക്കാതിരുന്നാൽ
അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ജോബ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് സസ്റ്റൈനബിൾ ഇൻകം ഇല്ല. ഇവിടെ ഈ നാടിന് സ്വയം നിലനിൽക്കാൻ ഒരു അഗ്രികൾച്ചർ റവന്യൂ ഉണ്ടാവും ഇല്ല. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയിട്ട് എത്ര ക്യാഷാ വരുന്നത്? ഈവൻ ടൂറിസത്തിൽ എത്രയാ വരുന്നത്? നമ്മളുടെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം മേഖലയിൽ താമസിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും ദരിദ്രന്മാര്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അറബ്സ് ഇപ്പം ഭയങ്കര റിച്ച് ആയെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഓയിൽ അവർ കണ്ടുപിടിച്ച് അവർ എക്സ്പോർട്ട് ചെയ്ത് അവരുടെ നാട്ടിൽ ഇൻകം കൊണ്ടുവന്ന് അവരുടെ നാട് ഡെവലപ്പായി. അപ്പൊ ഏറ്റവും അധികം വരുമാനം വരേണ്ട സ്ഥലമാണ് ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയിലെ ആളുകൾ ഇപ്പോഴും ദരിദ്രരായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആളുകൾക്ക് പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഒരു വീട്ടിലൊരു റൂം ഉണ്ടെങ്കിൽ ആ റൂം അവരെന്ത് ചെയ്യണം? ടൂറിസ്റ്റുകൾക്ക് കൊടുത്ത് അതിൽ ഇൻകം ഉണ്ടാക്കണം. അപ്പൊ അത്രയും നമ്പർ ഓഫ് ടൂറിസ്റ്റുകൾ ഇവിടെ വരണം. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് കാനഡയിൽ ഒരാൾ 7000 പേര് ഒരു സ്റ്റഡി അബ്രോഡ് വഴി പോയി എന്ന് പറഞ്ഞാൽ ആ 7000 പേര് അവിടെ ഉണ്ട്. അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റെഫറൻസ് എടുത്ത് ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരണം. ഇപ്പൊ ഗൂഗിൾ പേ നമ്മൾ റെഫർ ചെയ്ത ആളുകളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചില്ലേ എന്ന് പറയുന്നത് പോലെ അവരെന്ത് ചെയ്യണം? ആ നമ്മുടെ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് നമ്മുടെ അൺടാപ്ഡ് ലൊക്കേഷൻസ് അവർ കണ്ട് അവരെന്ത് ചെയ്യണം? ഇവിടേക്ക് വരണം. ആ ടൂറിസ്റ്റുകൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് അവർക്ക് കൊടുക്കാം, റെഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് വരുന്ന കപ്പയും ചമ്മന്തിയും കഴിക്കാനല്ലേ? ഇവിടെയും മലയാളികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് എവിടെയും മലയാളികൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവര് ക്രിക്കറ്റില് ഇത് അടിച്ചപ്പോ ക്യാച്ച് എടുത്തത് മലയാളിയാണ്. ശ്രീശാന്താണ് ക്യാച്ച് എടുത്തത്. അതായത് മുപ്പതിനായിരം തമാശക്കാണ് പറഞ്ഞതെങ്കിലും അതിലൊരു ഫാക്ട് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സ്ഥലം. ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോ നമ്മുടെ 100ാമത്തെ വില്ലേജ് പാർക്കിന്റെ അനൗൺസ്മെന്റ് നടന്നു. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനിച്ചതാണ് 10 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് 100 വില്ലേജ് പാർക്കുകൾ ഉണ്ടാവണം എന്നുള്ളത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ എല്ലാ ഇടങ്ങളിലുമായിട്ട് 100 വില്ലേജ് പാർക്കുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ കഥ പറയുമ്പോ അതും കൂടിയാണല്ലോ അതിന്റെ ഒരു പോസിറ്റീവ്. കാരണം അന്ന് ഇരുന്ന് നിർത്താത്തതിന്റെ ഒരു റിസൾട്ട് ഈ 10 വർഷം ഹബ്ബ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് 130 സ്ക്വയർ ഫീറ്റിലൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ സംവിധാനമാണ് ഫസ്റ്റ് ടെക്കീസ് പാർക്ക് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആ ആദ്യത്തെ ഹബ്ബ് ചെയ്യുന്നത്. ഹബ്ബിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്. അതാണ് ഇന്ന് കാണുന്ന വില്ലേജ് പാർക്കായിട്ട് മാറിയത്. നമ്മുടെ ചില ടെക്കീസ് പാർക്കിനേക്കാൾ വലുതാണ് ചില വില്ലേജ് പാർക്ക്. കാരണം അതിനനുസരിച്ച് മാറി നമ്മുടെ എന്തൊക്കെയാണോ നമുക്ക് ആ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഇന്നോവേഷൻസ്, അതിനുള്ള സ്ഥലം, അവിടെ നിന്ന് നമുക്ക് എടുക്കാനുള്ള എന്താണ് ടാലന്റുകളെ നമ്മുടെ ഒന്ന് ടാൽറൂപ്പ് എന്താണ് ചെയ്യുന്നത്, ടാൽറൂപ്പിന്റെ ബ്രാൻഡും വിഷനും പ്രൊജക്ട്സും ആ നാട്ടിൽ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഒരു പഞ്ചായത്ത് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 10,000 വീട്, ഒരു 5 മെമ്പേഴ്സ് 50,000 മെമ്പേഴ്സ് ഇവരറിയണം. രണ്ട്, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെയും ഏറ്റവും ബെസ്റ്റ് ആശയങ്ങളെയും നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സർവീസ് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയാൽ അതിന്റെ റിയൽ കസ്റ്റമേഴ്സിലേക്ക് അത് എത്തണം. നാലൊരു മിനി IT പാർക്ക് ഒരു ഗ്രാമത്തിൽ ഇരിക്കണം. കാര്യം നമ്മുടെ കുട്ടികൾ ടെക്നോ പാർക്ക് കാണുന്നില്ല, ഇൻഫോ പാർക്ക് കാണുന്നില്ല, സൈബർ പാർക്ക് കാണുന്നില്ല, സ്റ്റാർട്ടപ്പ് ഹബ് ഇതൊന്നും കാണുന്നില്ല. അപ്പോഴോ ഒരു ചെറിയൊരു IT പാർക്ക് അവരുടെ നാട്ടിലുണ്ടെങ്കിലോ അവർക്ക് റിയൽ എഞ്ചിനീയേഴ്സിനെ ഓണ്ടർപ്രണേഴ്സിനെ കാണാം. നമ്മളിപ്പോ 30,000 പേര് വേണ്ടി വരും ഈ സിലിക്കൺ വാലി മിഷനിൽ കാണും. അത് 1000 സ്ഥലത്ത് 30 പേര് വെച്ചിരിക്കട്ടെ, എല്ലാവരും ഒരു 30,000 പേര് ഒരു ബിൽഡിംഗ് നിന്നിട്ട് എന്ത് ചെയ്യാൻ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. നമ്മുടെ അക്സിയോ തന്നെ തീരുമാനിക്കാൻ അടുത്ത വർഷം എന്താണ് ഒരു വില്ലേജ് പാർക്കിനെ ബേസ് ചെയ്ത് 10 വീടുകൾ അഗ്രികൾച്ചർ. അതെ, അത് വീടുകൾ സസ്റ്റെയിൻഡ് ആവുകയാണ്. അവർക്ക് വേണ്ട സാലഡ്സ്, ഇപ്പൊ എല്ലാവരും ഹെൽത്തി ഫുഡിനെ പറ്റി സംസാരിക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ ആ വീട്ടില് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും എന്താണ് രാവിലെ സാലഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ 10ഓ 15ഓ ഐറ്റംസുകൾ വീട്ടിൽ കൊണ്ടുവരാൻ ഒരു 1.5 ലക്ഷം രൂപ മുടക്കുമ്പോൾ അക്സിയോന്റെ ആ സാധനം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഒരു സ്റ്റാർട്ടപ്പിന് എന്താണ് സുഖമായിട്ട് നമ്മുടെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അവരുടെ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പ് ചോദിക്കുകയാണ് ഒരു 1000 ഡോക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 200 പഞ്ചായത്തിന് 5 ഡോക്ടറിനെ എടുത്ത് കൊടുത്താൽ മതി. അതായത് 1000 ഡോക്ടേഴ്സായി. അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിനെ എടുക്കണം. ഇപ്പൊ സ്റ്റേപ്പിന് ഇപ്പൊ 6000 കുട്ടികൾ എടുക്കണം എന്ന് പറയുമ്പോൾ സ്റ്റേപ്പിന് ഇപ്പൊ 12 കോടിയുമാണ് ഇപ്പൊ ഇവിടെ കേരളത്തിൽ ടേൺ ഓവർ വേണ്ട. 6000 കുട്ടികൾ 20,000 പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര ഈസി ആയിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് നാളെ വന്നു, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കയറി വരുന്ന വില്ലേജ് പാർക്കിലേക്ക്. റെന്റ് എവിടെ ഒന്നും ചോദിക്കണ്ട, നിങ്ങൾ ചെയ്തോ, റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്തോ. കാരണം ഇതിൽ നിന്ന് വരുന്ന റിസൾട്ട്. അപ്പൊ നമ്മുടെ മഹാദേവിന്റെ സ്റ്റാർട്ടപ്പ് 1000 കോടി ഹിറ്റ് ചെയ്ത് നമുക്ക് ഫണ്ടാവും. അപ്പോൾ ഇനി ഇവിടെ ആരാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് ഓരോ സ്റ്റാർട്ടപ്പും വരുമ്പോഴേക്കും ഓരോ സീറ്റിന് 7,000 വെച്ച് റെന്റ് ചെയ്യാന്ന് പറഞ്ഞത് എവിടെ നിർത്തി തരും?
അവര് ചെയ്യട്ടെ. അപ്പം നമ്മൾ ഒരു സൈഡിൽ സ്റ്റാർട്ടപ്പുകളെ ബ്രേക്ക് ഈവൺ ആയിക്കൊണ്ടിരിക്കുക, ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് അടുത്തടുത്ത സ്റ്റാർട്ടപ്പുകളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക, എന്നിട്ട് പിന്നെ വിൽക്കുക എന്നുള്ള സംഭവമാണ്. അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ വിൽക്കുക. അങ്ങനെ ആദ്യം പ്രൊഡക്റ്റുകൾ ഉണ്ടാവട്ടെ, ആ ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. അത് ഈസി ആശയമല്ല, അതുവരെയാണ്. അതായത് ഈ മഹാദേവിന്റെ സ്റ്റാർട്ടപ്പ് 1000 കോടി ആക്കി അതിൽ 500 കോടി നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ സസ്റ്റൈനബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ നിലനിൽക്കാം, അതിനുള്ള മോഡൽ വർക്ക് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും കൺസേൺസ് ആണ്. പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും, ഫെയിൽ ആയാലും എന്ത് ചെയ്യും, മിഷൻ നടന്നില്ല നടന്നാൽ എന്താണ്, നടന്നാൽ സൂപ്പറാണ്, ആണല്ലോ, ആണ്, അപ്പൊ കൊള്ളാലോ, ഓക്കെ. അപ്പൊ അതുവരെ സസ്റ്റൈനബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യും. ഈ സംഭവം ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയ ടാലന്റ് വരും. ഈ ടാലന്റുകളെല്ലാം ബുദ്ധിയുള്ള ടാലന്റ് ആണല്ലോ, ഇവർ ഇന്നോവേഷൻ കൊണ്ടുവരും. ആ ഇന്നോവേഷനിലൂടെ മറ്റു സ്റ്റേറ്റിൽ നിന്ന് മറ്റു രാജ്യത്ത് നിന്ന് ഇവിടെ ഇൻകം വരും, ഓക്കെ ആണല്ലോ. അപ്പൊ ജോബ് ക്രിയേറ്റ് ചെയ്യും, ഓക്കെ. അതുവരെ നമുക്ക് എന്താ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്, ആ ഫെസിലിറ്റേഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പൊ 200 കോടി 400 വില്ലേജ് പാർക്ക് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബുക്ക് ചെയ്തേക്കുന്ന സംഭവം 200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷെ അതിന്റെ ആ 200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് ഫീൽ ചെയ്യാത്തത്, 400 ബിൽഡിംഗ് ഓണർ 50 ലക്ഷം വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഫീൽ ചെയ്യാത്തത്. അവര് പറഞ്ഞതാണ് ഓക്കെ, നമ്മൾ എന്തിനാ വലിയ കോർപ്പറേറ്റുകളെ പോയി വാങ്ങുന്നത്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യൊരു വില്ലേജ് പാർക്ക്, എന്നിട്ട് നിങ്ങൾക്ക് റെന്റ് എടുത്ത് തരാം. ഇത്രയും സ്റ്റാർട്ടപ്സ് ഉണ്ടാവല്ലേ, നമ്മൾ ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് നമ്മൾ ഈ റിസ്ക് എടുത്തോളാം, നിങ്ങൾക്ക് റെന്റ് തരാം. അതിന് ഓപ്പറേഷണൽ കമ്പനി, വെഞ്ചർ സ്റ്റുഡിയോ കമ്പനി നമ്മൾ നോക്കിക്കോളാം, എക്കോസിസ്റ്റം കമ്പനി നമ്മൾ നോക്കിക്കോളാം, ഇതെല്ലാം നമ്മൾ നോക്കിക്കോളാം. ടാലന്റ് ഇതെല്ലാം റോപ്പ് ചെയ്തോളാം. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഒരു യുവത്വത്തിലാണ്. അവരിത് ഉണ്ടാക്കും, അവരുണ്ടാക്കുന്നത് വരെ നമ്മൾ അതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, നിലനിൽക്കുക. ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പെറ്റി കേസ് പോലും വരാതെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. കാരണം ഒരാൾക്ക് ഇതൊന്നും വേണ്ട, ഇതൊന്നും നടക്കൂല എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നുമില്ല, വെറുതെ ഒരു അതുകൊണ്ടാണല്ലോ കേരളം ഞണ്ടുകളുടെ നാടെന്ന് പറയുന്നത്. കഥ പറയുന്നത്, ഒരു ഞണ്ട് രക്ഷപ്പെടാൻ നോക്കി പിടിച്ചിടും, താഴേക്ക് വലിച്ചിടും. ഞണ്ടുകളെ ഈ പാത്രത്തിനകത്ത് ഇടാണല്ലോ ചെയ്യുന്നത്, അതെ, അതെ. ഇടൂലല്ല. അതെ. അതിലധികം ഞണ്ടുണ്ടായി, കാരണം ഒന്ന് കയറിപ്പോയാൽ മറ്റൊന്ന് തന്നെ വലിച്ചിടും. ഇതിന്റെ ഞണ്ട് പുറത്ത് ചാടി പോകുന്നുള്ള പേടി അതെ, അതെ, അതെ. ഉണ്ടാവില്ല എന്ന് പറയുന്ന കാരണം അതാണ്. അതെ, അല്ല, അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു യൂത്ത് ആദ്യം വിശ്വസിക്കാം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറ്റുമെന്ന് വിശ്വസിക്കുക, എന്നിട്ട് ഇറങ്ങി പരിശ്രമിക്കുക. അത് 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും പോകും, അങ്ങനെയൊന്നും പോകില്ല. മനുഷ്യന്മാര് ചെയ്യുന്ന സാധനമാണെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്യണം, അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പൊ മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആവരുതെന്നാണ്. പെർഫെക്ഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങണമെന്നല്ല. ടെക്കീസ് പാർക്ക് ചെയ്യുമ്പോൾ നമുക്കും അറിയില്ല ടെക്കീസ് പാർക്ക് ഇത് എങ്ങോട്ട് പോകും, ഇതെങ്ങനെ ഇൻവെന്ററി പാർക്ക്, ഇതെങ്ങനെ വില്ലേജ് പാർക്കാണ്, ഇതൊക്കെ ആകും. നമ്മൾ ഓക്കെ ഒരു പോയിന്റ് ചെന്നപ്പോഴേക്ക് ഇത് കണക്ട് ആവുന്നില്ലല്ലോ, ഇവർക്ക് സ്റ്റാർട്ടപ്പ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല, എന്തുകൊണ്ട്, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, താഴെ പോകണം. അപ്പൊ അവിടെ പോയി കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണം. 140 സ്റ്റാർട്ടപ്പിനാണ് കസ്റ്റമറിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവർക്കൊരു ബ്രാൻഡ് അംബാസിഡർ വേണം. ഒരു മമ്മൂട്ടി മോഹൻലാൽ ഓരോ പഞ്ചായത്തിലും വേണം. അതാണ് വില്ലേജ് പാർക്കായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായി വരുന്നതാണ്. നമ്മുടെ ഒരു ഇന്റൻഷൻ ഓക്കെ, നമ്മൾ അതിന്മേലങ്ങ് ഇറങ്ങി 100% നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. വില്ലേജ് പാർക്കുകൾ പതിയെ പതിയെ ജനങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വന്ന നാട്ടിലെ ആളുകൾക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണ്. നമ്മുടെ ഒക്ടോബർ ആണല്ലോ നമ്മൾ ശരിക്കും പൂർത്തിയാക്കിയിട്ട് അവിടുത്തെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യണത്. ഇപ്പോഴേ ഓൾറെഡി വന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ രൂപത്തിൽ ആളുകൾ കണക്ട് ചെയ്ത് തുടങ്ങി. കാരണം ഒരു ബിൽഡിങ്ങിനകത്ത്, ഒരു നാട്ടില്, ഒരു ഗ്രാമത്തില് ഒരു നമ്മുടെ ഇൻഫോ പാർക്കിന്റെയും ടെക്നോ പാർക്കിന്റെയും മിനിയേച്ചർ എന്ന് പറയുമ്പോൾ ഇത് വേറെന്തോ ഒരു ഓഫീസാണ് എന്ന് വിചാരിക്കുന്നവരാണ് ആദ്യം ഇത് വരും. പിന്നീടാണല്ലോ നമ്മൾ പഞ്ചായത്തുമായിട്ടൊക്കെ ചേർന്ന് കമ്മ്യൂണിറ്റിയെ എന്താണ് അതിനകത്തേക്ക് കണക്ട് ചെയ്ത് പ്രോഗ്രാമുകൾ വരുന്നത്. അപ്പോഴേ പതിയെ പതിയെ ആളുകൾക്ക് തന്നെ ഇത് നമ്മുടെ ഒരു ഏരിയ ആണ്, ഇത് നമ്മുടെ വായനശാല പോലെ നമുക്ക് വന്നിരിക്കാവുന്ന, നമുക്ക് എപ്പോഴും ചെല്ലാവുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെക്നോളജി അപ്ഡേറ്റ്സുകൾ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് ഇത് മാറുമ്പോഴാണ് നമ്മൾ സ്വപ്നം കണ്ട ഗിനാശ്ശേരി ആവുന്നത് ശരിക്കും. ആ ലെവലിലേക്ക് എന്താണ് അവിടുത്തെ ആളുകൾക്ക് അവിടെ വന്ന് എന്ത് ചെയ്യാൻ, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്ന അച്ചീവേഴ്സ് ക്ലബും ഒക്കെ അങ്ങനെയാണ്. ആ നാട്ടിൽ എന്തൊക്കെ ടാലന്റുകളുണ്ടോ ആ ടാലന്റുകളെ കണ്ടെത്താനുള്ളൊരു സെന്റർ ആയിട്ട് അവർക്കൊരു ഫീല് വരെയാണ്. ഓക്കെ, ഞാനൊരു ആശയം ഉണ്ടായ ഞാൻ ഒറ്റയ്ക്കല്ല, ടാൽറോപ്പ് ഉണ്ട്. കാര്യം കേരളത്തിൽ ഏത് ഗ്രാമത്തിലോ ഇന്ത്യയിൽ എവിടെ വേണോ എനിക്ക് ലോകത്ത് എവിടെ എത്തിക്കാൻ പറ്റും, ഞാനിത് ബിൽഡ് ചെയ്താൽ മതി എന്നുള്ള സംഭവം. അപ്പൊ അവരുടെ സ്റ്റാർട്ടപ്പിൽ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ലീഗൽ അറിയണ്ട, അഡ്മിനിസ്ട്രേഷൻ അറിയണ്ട, ഹ്യൂമൻ റിസോഴ്സ് അറിയണ്ട, മാർക്കറ്റ് അറിയണ്ട, ടെക്നോളജി ഒന്നും അറിയണ്ട. അതെല്ലാം ഇവിടെ എക്കോസിസ്റ്റത്തിൽ സർവീസ് കമ്പനീസ് ഉണ്ട്, അവർ ചെയ്തോളും. അത് നിങ്ങൾക്ക് ക്യാപിറ്റൽ അതെല്ലാം ഇവിടെ എല്ലാം കിട്ടിക്കും. നിങ്ങൾ ആ സംഭവത്തിൽ ഫോക്കസ് ചെയ്യും, നിങ്ങൾ ഫെയിൽ ആകില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി. അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്റെ സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു 10 വർഷം എടുത്തു ഇതിന്റെ ഒരു 25-20% ആളുകളെ വിശ്വസിക്കും. 2030 സിലിക്കൻ വാലി ആകുമെന്ന് പറയാൻ സത്യത്തില് അത് 2 വർഷം മതി. 2029-30. ബാക്കി ഇതുവരെ എന്താണെന്ന് ചോദിച്ചാൽ
അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഇത് ആളുകൾ വിശ്വസിക്കാനും ഇതിലേക്ക് ടീം വരാനും ഇപ്പം പുതിയ 1000 പേര് ടാൽറോപ്പിൽ ജോയിൻ ചെയ്ത് അവർ ഈ 1000 യൂണിറ്റിന്റെ ചാർജ് ഏറ്റെടുക്കുന്നത് വരെയാണ് സിലിക്കൺ വാലി മിഷൻ. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത് നടക്കൂലേ, കാര്യം ഇതെല്ലാം ഇവിടെ ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു ക്യാമ്പസിൽ ടെക്കീസ് പാർക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? എത്ര ക്യാമ്പസ് ആണ് ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിൽ? ടെക്കീസ് പാർക്ക് ബ്രേക്ക് യൂൺ ആയി, ഇൻവെന്ററി പാർക്ക് ബ്രേക്ക് യൂൺ ആയി, വില്ലേജ് പാർക്ക് ബ്രേക്ക് യൂൺ ആയി. സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റാർട്ടപ്സും മറ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളൊരു ഐഡിയ കൊണ്ട് വരുന്നതല്ല. സ്കൂളിൽ നിന്ന് ഒരു ടാലന്റിനെ പിക്ക് ചെയ്ത് 7-8 വർഷത്തെ പ്രോസസ്സിലൂടെ വന്ന് അവർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് ടാൽറോപ്പിന്റെ സ്റ്റാർട്ടപ്പ്. ടാൽറോപ്പിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതല്ലാണ്ട് കോളേജിൽ നിന്ന് വരുന്നവർ അപ്ലൈ ചെയ്യുന്ന ഐഡിയാസ് എടുത്ത് സ്റ്റാർട്ടപ്പ് ആക്കുന്നവരല്ല ടാൽറോപ്പ്. ടാൽറോപ്പിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാവണ 8 കൊല്ലം കൊണ്ടാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്? മാർക്ക് സുക്കർബർഗ് 19 വയസ്സ് ഫേസ്ബുക്ക് തുടങ്ങിയത് 8 വയസ്സ് പഠിച്ചിട്ടാണെന്നും, അപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, അതും ബ്രെയിൻ ഏറ്റവും അഗ്രസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോകമൊക്കെ കണ്ടുവന്നവരാണ്. എന്നാൽ നമ്മുടെ ഇൻക്യുബേഷനിൽ കോളേജിലുള്ളവരുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ റിയൽ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഇത്രയും ഗ്രൗണ്ട് ചെയ്യുന്ന 10 വയസ്സിൽ 11 വയസ്സ് 12 വയസ്സ് ജോയിൻ ചെയ്ത കുട്ടികൾ 18-19 വയസ്സാകുമ്പോൾ ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പം എന്താണ് 2015 ഈ ആശയം വരുന്നു. അപ്പൊ ഞാൻ ഷമീർ ഖാനെ വിളിക്കുന്നു. ആ സീനൊക്കെ ഇപ്പം കഴിഞ്ഞു പോയ ഇതുപോലെയാണ് നമുക്കുള്ളത്. 2018 മാർച്ചിൽ അഫി വരുന്നു, 2018 ഓഗസ്റ്റിൽ നമ്മൾ കല്യാണം കഴിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പൊ ഈ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒരു ദിവസം, അതായത് നമ്മൾ ഈ ചെയ്തു വരുന്ന സംവിധാനങ്ങൾ എന്തിനാണ് എന്നും അല്ലെങ്കിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകുമെന്നും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ദിവസമാണ് ശരിക്കും എന്ത് ചെയ്യണം, ശരിക്കും ടാൽറോപ്പിക്ക് വരുന്നത്. അപ്പോഴും ഓരോരുത്തർ എന്ത് ചെയ്യും, ഓരോരുത്തർ വന്നിട്ട് പറയും ഓക്കെ എന്റെ ടാലന്റ് ഞാൻ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സിലിക്കൺ വാലി മിഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് പലതരത്തിൽ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചതില് ഒട്ടുമിക്ക ആളുകളും അധ്യാപകരാണ്. ഓൾമോസ്റ്റ് 99% ആളുകളും അധ്യാപകരാണ്. അതിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഞാൻ 1-2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോ ബാക്കിയൊക്കെ അധ്യാപകരാണല്ലോ. കാരണം അധ്യാപകരുടെ കൂട്ടത്തിലും ആ ബാച്ചിലൂടെയും കഴിഞ്ഞു വന്നതാണ്. അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ അവർക്കൊക്കെ നമ്മൾ അന്ന് ആദ്യം പറയുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഡോട്ടുകളാണ്. പക്ഷെ 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ക്യാമ്പസിലെ സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റേറ്റിന്റെ എന്താണ് കോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ടെക്കീസ് പാർക്കോ അല്ലെങ്കിൽ ഇൻവെന്ററി പാർക്കോ അവരുടെ ക്യാമ്പസിലേക്കും എത്തി എന്നുള്ളതാണ്. ഇതില് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്കും ഉള്ളൊരു സന്തോഷം അതാണ്. അന്ന് നമ്മൾ പറഞ്ഞൊരാശയം അത് വെറുതെ ആയില്ല എന്നും അത് ഇംപ്ലിമെന്റ് ചെയ്ത് അവരവരുടെ സ്ഥാപനത്തിലേക്ക്, ചിലപ്പോൾ എവരുടെയൊക്കെ ബിൽഡിങ്ങിലായിരിക്കാം നമ്മുടെ വില്ലേജ് പാർക്കും വന്നിരിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസിലേക്ക് നമുക്ക് പോയി സംസാരിക്കാൻ എന്താണ് നമ്മുടെ ടീം പോയി സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതും എല്ലാവരുടെയും, ഇപ്പൊ കേരളത്തിലെ ഏതൊരാളുടെയും വീട്ടിന്റെ അടുത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ വില്ലേജ് പാർക്ക് ഓൾമോസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പ്രത്യേകിച്ചും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് പേര് കണക്ട് ചെയ്യുമ്പോൾ എന്റെ വീടിന്റെ അടുത്ത് അവിടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതാണ് സിലിക്കൺ വാലി. പതിയെ അതിലേക്ക് എത്തുക 2030 എത്താൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വളരെ സ്പീഡായിട്ടായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ആദ്യത്തെ 5 വർഷം നമ്മൾ എടുത്ത സ്പീഡല്ല പിന്നീടുള്ള 5 വർഷം. നമ്മൾ ഈ മറ്റേ മുള ഉണ്ടായി വരുന്നതിനെ പറ്റി പറയുമല്ലോ, മുളം കൂട്ടം ഉണ്ടായി വരാൻ ആദ്യത്തെ മുള പൊടിച്ചു വരാൻ വലിയ പാടാണ്. പക്ഷെ നമ്മൾ ഏറ്റവും വേഗത്തിൽ വളരുന്നത് കാണുന്ന ചെടിയും എന്താണ്, മുളയാണല്ലോ. ഇന്ന് ചെറിയൊരു മൊട്ട് പോലെ കാണുന്നത് നാളെ എത്തുമ്പോൾ ഒരു 1 മീറ്ററോ 2 മീറ്ററോ അത് പോവാം. പക്ഷെ ആ മുള ഉണ്ടായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഇങ്ങനെ എന്ത് ചെയ്യണത്, മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നാൽ ഓക്കെയാണ്. പൊങ്ങി വരാൻ ചെറിയ പണിയല്ല, അതിന് 10 വർഷം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇടയ്ക്കുള്ള പ്രതിസന്ധികളായി ഇപ്പൊ കറച്ച് നിരോധിക്കുന്നത് നമ്മൾ കണ്ട, ഇത് ഓരോ സംഭവത്തിലും വെള്ളപ്പൊക്കത്തിന്റെ സമയം നമ്മൾ കണ്ട, ഇതൊക്കെ ഓരോ സ്ട്രഗിൾ വരുന്ന സംവിധാനങ്ങളുണ്ട്. അതിപ്പം ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിന്റെ സംഭവം, ഇത് എല്ലാവരും ഒരേപോലെ നമ്മുടെ കോൺക്ലേവുകൾ വലിയൊരു ഇതായിരുന്നു. ഇവിടെ 14 കോൺക്ലേവുകൾ വന്നത് ഭയങ്കര വേണം. നമുക്കും ഒരു സിലിക്കൺ വാലി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് കോൺക്ലേവുകൾ നടന്നു. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്കൂൾ കോളേജ് മാനേജ്മെന്റുകളും അതിൽ വന്നു. എല്ലാവർക്കും ഒരേ കൺസേൺ തന്നെ, എങ്ങനെ ഇത് ഓവർകം ചെയ്യും. അവിടെയാണ് നമുക്ക് ഈ റിസൾട്ടുകൾ കാണിക്കാൻ പറ്റിയത്. അതിനുശേഷം നമ്മുടെ വില്ലേജ് പാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സിന്റെ കോൺഫറൻസ് കോൺക്ലേവുകൾ നമ്മൾ വെച്ചത്. അത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളുടെ ആത്മാവ് IT എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ചൊരു സംഭവം. ഇപ്പൊ അതിന്റെയൊക്കെ റിസൾട്ടുകളാണല്ലോ. ഇപ്പൊ ഇന്നിപ്പോ ഇൻവെന്ററി പാർക്കുകൾ ഇപ്പൊ ക്യാമ്പസുകൾ സൈൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷം വന്നു. അപ്പോ പുതിയ അധ്യയന വർഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സംവിധാനങ്ങൾ ക്യാമ്പസിലേക്ക് വരണമെന്ന് മാനേജ്മെന്റുകൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ അതിന്റെ സംവിധാനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് 2030 എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും പോകുന്നത്. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ കുറെ അൺടോൾഡ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകളും ഒക്കെ പറയാനുള്ള നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള ഒരു സ്പേസ് ആണ് ഈ അൺടോൾഡ് സ്റ്റോറീസ്, ഈ പോഡ്കാസ്റ്റ് സീരീസ്.
അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഈ പോഡ്കാസ്റ്റ് സീരീസിൽ കൂടിയ രണ്ടുപേർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.